നമസ്കാരം. പുതിയൊരു പ്രഭാതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരാൾക്ക് പുതിയ പ്രഭാതമായിട്ട് തലവേദനയാണ്. തലയിൽ കൈയൊന്നും വയ്ക്കേണ്ട, റെസ്റ്റ് ബാൻഡ് ഉണ്ട്, അതവിടെ താങ്ങി ഇരുന്നോളും. ഓക്കെ. അപ്പൊ നല്ലൊരു പ്രഭാതം സമ്മാനിച്ച് നമുക്ക് ഈശ്വരനോട് ഒരു നിമിഷം പ്രാർത്ഥിച്ചെടുക്കാം. താങ്ക് യു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് സരിത. ഞാൻ പടമുകളാണ് താമസിക്കുന്നത്, കാക്കനാട് പടമുകളാണ് താമസിക്കുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇപ്പൊ പറഞ്ഞാലും നമുക്കിടെ എല്ലാ ലീഡേഴ്സിനും അത് കൈകാര്യം ചെയ്യാനുള്ളൊരു ആത്മവിശ്വാസവും കഴിവുള്ളവർ തന്നെയാണ് ഇതിലുള്ളത്. എങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് അത് പറയുമ്പോ എന്താണ് എങ്ങനെയാണ് അല്ലെ എന്നൊക്കെ ഒരു ഇത് വരും. അപ്പൊ നമ്മളത് പ്രിപ്പയർ ചെയ്ത് വെക്കാത്തതന്നെയാണ് ഒരു ദിവസം ആരാണ് എന്നൊക്കെ തന്നെ നമ്മൾ ലീഡേഴ്സ് ആണ്. അപ്പൊ നമ്മൾ തന്നെ അത് മുൻകൂട്ടി ചെയ്യാന്നുള്ളത് തന്നെയാണ്. എങ്കിലും അപ്പൊ പെട്ടെന്ന് ആയാലും നമ്മളോട് വിളിച്ചു പറഞ്ഞു, ഞാനത് ഏറ്റെടുത്തു. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ കൂടെ ഉള്ളവരെല്ലാവരും ഈ സ്ക്രീനിൽ സ്ഥിരം കാണുന്നവർക്കായാലും അല്ലാത്തവർക്കായാലും പെട്ടെന്ന് പറഞ്ഞാലും നമുക്ക് അത് ചെയ്യാനുള്ള ഒരു കഴിവുള്ള ആൾക്കാരായതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. അപ്പൊ എന്തായാലും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഒന്നും കൂടി എടുത്ത് പറഞ്ഞത്. അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം, എല്ലാവരുടെ ഒരു പോരായ്മയാണത്, ഒരാളുടെ മാത്രമല്ല. അപ്പൊ ഇനി മുതൽ അങ്ങോട്ടെല്ലാം ശ്രദ്ധിക്കണം. സലീമിക്കൊക്കെ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ഓക്കെ. അപ്പൊ ഇനി അങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് വരാതെ നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് ഇന്നിപ്പോ എന്താ പറയാ, ഡ്യൂപ്ലിക്കേഷൻ എന്നുള്ളൊരു ടോപ്പിക്കാണ് നമുക്കിവിടെ സംസാരിക്കുന്നത്. ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ് ആണ് നമ്മുടെ എല്ലാവർക്കും അറിയാം. എന്നാലും ഡ്യൂപ്ലിക്കേഷൻ എന്ന് കേൾക്കുമ്പോൾ അത് എന്താണ്, അതെങ്ങനെയാണെന്നൊക്കെ അറിയാത്തവരും ഉണ്ടാവും. അതിനെ കുറിച്ച് ക്ലിയറായിട്ട് ധാരണയില്ലാത്തവരുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്ന് ഡ്യൂപ്ലിക്കേഷൻ എന്ന ടോപ്പിക്കിലേക്ക് നമുക്ക് ഇന്ന് എടുക്കുന്നത്. പിന്നെ നമുക്ക് ഇന്നലെ എറണാകുളത്ത് മീറ്റിംഗ് ഉണ്ടായിരുന്നു, നല്ലൊരു മീറ്റിംഗ് ആയിരുന്നു. ഇപ്പൊ നമുക്ക് ഒരു കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു വർക്ക്ഷോപ്പ് പ്രോഗ്രാം ഉണ്ടായിരുന്നു എറണാകുളത്ത് കച്ചേരിപ്പടിയില്. ആ പ്രോഗ്രാം ആയാലും ഇന്നലെ നടന്ന പ്രോഗ്രാം ആയാലും നമുക്ക് വളരെ വാല്യുബിൾ പ്രോഗ്രാം തന്നെയായിരുന്നു. അതില് പങ്കെടുത്തവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം പ്ലാൻ ആയാലും പ്രോഡക്റ്റ് ആയാലും കാര്യം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ എങ്കിലും ഓരോ മീറ്റിങ്ങിലും പുതിയ പുതിയ കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇന്നലെ തന്നെ കുറെ കാര്യങ്ങൾ റിപ്പീറ്റ് പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്കറിയാം, എങ്കിലും അത് പിന്നെയും കാണിക്കുമ്പോൾ എന്തോ ഒരു പുതുമ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ പ്ലാൻ ആയാലും പ്ലാൻ ഓരോ ദിവസവും നമുക്ക് ഇങ്ങനെ മാറി മാറി അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അത് നമ്മൾ ഓരോ മീറ്റിങ്ങിലും പങ്കെടുക്കുമ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് അറിയാൻ പറ്റുന്നത് എന്നുള്ളത്. അപ്പോൾ അതിന് മുമ്പുണ്ടായ വർക്ക്ഷോപ്പ് പ്രോഗ്രാം അതിഗംഭീരമായിട്ടുള്ള പ്രോഗ്രാം തന്നെയായിരുന്നു. അപ്പൊ ഈ 2 പ്രോഗ്രാമിലും പങ്കെടുത്ത വ്യക്തികൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത് തന്നെയാണ് എന്റെ വിശ്വാസം. പങ്കെടുക്കാത്തവർക്ക് മാക്സിമം നമ്മൾ എല്ലാവരും എന്തിനാ ഇതിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത്, നമ്മളിത് ചെയ്യണം, നമ്മളിത് ചെയ്ത് നമുക്ക് നമ്മുടെ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ പൈസയ്ക്ക് അത്യാവശ്യമുള്ളവരാണ്, ആരോഗ്യം സംരക്ഷിക്കേണ്ട ആൾക്കാരാണ്. അല്ലാതെ എനിക്ക് പൈസ ഒന്നും വേണ്ട, എനിക്ക് ആരോഗ്യം നോക്കണമെങ്കിൽ ഇങ്ങനെ നടന്നു പോയി എന്നുള്ള ആരും ഈ ബയോട്ടോറിയത്തിലേക്ക് വന്നിട്ടില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അപ്പൊ നമ്മൾ മാക്സിമം നമ്മുടെ പ്രോഗ്രാമുകൾ കൂടി ആ ഒരു വാല്യൂ കൽപ്പിക്കുക എന്നുള്ളതാണ്. ആ പ്രോഗ്രാമുകൾ ഇതിനാണ് നമുക്ക് വേണ്ടിയിട്ടാണ് ലീഡേഴ്സ് അത് ചെയ്ത് വയ്ക്കുന്നത്. നമ്മൾ മാക്സിമം പങ്കെടുക്കുക, ലീഡേഴ്സിന് വേണ്ടി മാത്രമല്ല നമുക്ക് വേണ്ടിയാണ് എന്നുള്ള ചിന്ത. അത് നമ്മളുടെ പ്രോഗ്രാമാണ്, നമ്മളുടെ പ്രോഡക്റ്റ് ആണ്, നമ്മളുടെ പ്രോജക്റ്റ് ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ എല്ലാവർക്കും വരാവുന്നതേ ഉള്ളൂ ആ പ്രോഗ്രാമിൽ. അപ്പൊ എന്തായാലും ഹൗസ്ഫുൾ തന്നെയായിരുന്നു. അപ്പൊ ഞാൻ പറയുന്നത് വരാത്തവർക്ക് വേണ്ടി നമ്മുടെ പ്രോഗ്രാം എല്ലാം ഹൗസ്ഫുൾ തന്നെയാണ്. എങ്കിലും കുറെ പേരും കൂടി അതിൽ വരാനുണ്ട്. അപ്പൊ അവരെല്ലാവരും പങ്കെടുത്ത് കഴിഞ്ഞിട്ട് പ്രോഗ്രാമിലൊക്കെ, കാരണം ഓരോരോ പുതിയ അപ്ഡേഷൻ വന്നുകൊണ്ട് നമുക്ക് എങ്ങനെ ഇൻകം നമുക്ക് മേടിക്കാം എന്ന്, ഏത് വഴിയിൽ കൂടെയൊക്കെ വരുന്നെന്ന് തന്നെ നമുക്ക് മനസ്സിലാവാത്തൊരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇൻകം പ്ലാനൊക്കെ. അപ്പൊ അത് നമ്മൾ കുറച്ചുകൂടി നേരിട്ടൊക്കെ വന്ന് കണ്ടാൽ മാത്രം, നേരിട്ട് വന്ന് അറിഞ്ഞാൽ മാത്രമേ ആ പ്ലാറ്റ്ഫോമിൽ വെച്ച് നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും അങ്ങനത്തെ പ്രോഗ്രാമൊക്കെ മിസ്സാക്കാതെ മാക്സിമം പങ്കെടുത്ത് മനസ്സിലാക്കുക. നമ്മൾ അതിൽ കൂടെ വലിയൊരു അച്ചീവ്മെന്റിലേക്ക് എത്താൻ നമുക്ക് സാധിക്കും. പിന്നെ അതുപോലെ ലീഡേഴ്സ് നമുക്ക് അച്ചീവ്മെന്റ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുകയല്ല, എല്ലാവരും ചെയ്യുക, അച്ചീവ്മെന്റ് എടുക്കുക. അപ്പൊ ലീഡേഴ്സിന് തോന്നണം ഞാൻ നമ്മൾ പറയുന്ന എല്ലാ അച്ചീവ്മെന്റുകളും അവരെടുക്കും എന്ന് ഉള്ളൊരിത്, ഒരു എന്താ പറയാ, അവരാണ് നമുക്ക് തരുന്നത്. അപ്പൊ നമ്മളതെല്ലാം എടുക്കും എന്ന് തോന്നുമ്പോ അവർക്കതൊരു ആത്മവിശ്വാസവുമാണ്. കൂടെ നമ്മൾ പോകുന്നവരെല്ലാരും ചെയ്യുന്നുണ്ട്.
അവർക്ക് പിന്നീട് പുതിയ പുതിയ അച്ചീവ്മെന്റുകൾ നമുക്ക് തരാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അതിലേക്ക് അവർക്ക് ഒരു പുതിയ സന്തോഷം കൂടിയാണ്. അപ്പൊ നമ്മൾ മാക്സിമം എല്ലാവരും ട്രൈ ചെയ്യുക. അത് അവർക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയും കൂടിയാണ് അത് പറയുന്നത്. അപ്പൊ അതിലേക്ക് നമ്മളൊന്നും കടന്നു പോകേണ്ടതുണ്ട്. അപ്പൊ ഞാനധികം നീട്ടുന്നില്ല, കാരണം ഈ എന്താ പറയുക, ടോപ്പിക്കിനെ കുറിച്ച് പറയാനായിട്ട് ഒത്തിരി ഉണ്ടാവും. അപ്പൊ ഞാന് ആ ടോപ്പിക്ക് സംസാരിക്കുന്നത് നമ്മൾ വേറെ ആരുമല്ല, നമുക്ക് പരിചിതനായ സാറ് തന്നെയാണ്. കുമ്പളങ്ങിയിൽ നിന്നും നല്ല പവർഫുൾ ലീഡറാണ്. പവർഫുൾ ആയിട്ട് ബിസിനസ് നടത്തി ടീമിനെ നയിച്ചു കൊണ്ടുപോകുന്ന, അത്രയും നമുക്ക് എല്ലാവർക്കും സപ്പോർട്ട് തരുന്ന ലീഡറാണ് അഭിലാഷ് കുമ്പളങ്ങി എന്ന് പറഞ്ഞ സാറ്. ആ സാറാണ് നമുക്കൊന്ന് ക്ലാസ് എടുക്കാനുള്ള ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ട്, എല്ലാവർക്കും സപ്പോർട്ടാണ്, എങ്കിലും നമ്മുടെ സപ്പോർട്ട് നമ്മൾ എടുത്തു പറയണമല്ലോ. ഞങ്ങൾ ടീം IBG, ഞാൻ വന്നത് സാറിന്റെ ടീമിൽ, IBG ടീമിലാണ്. അപ്പൊ ഫുൾ സപ്പോർട്ടായിട്ട് അഭിലാഷ് സാർ ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട്. എപ്പോ വർക്കിന് വിളിച്ചാലും സാറ് റെഡിയാണ് വരുന്നത്. അപ്പൊ അത്രയും ആത്മാർത്ഥതയോടുകൂടി നിൽക്കുന്ന ആളാണ് അഭിലാഷ് സാറ്. സാറിനെ ഞാൻ ആത്മാർത്ഥമായിട്ട് ടീം ഇതിലേക്ക് വേണ്ടി നമ്മുടെ ഈ ടോപ്പിക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ഹാർദവുമായി സ്വാഗതം ചെയ്യണം. പ്ലീസ് വെൽക്കം അഭിലാഷ് സാർ. താങ്ക് യു. ഓഡിയബിൾ അല്ലേ? അതെ അതെ. താങ്ക് യു സരിത മാഡം. വളരെ വളരെ ക്ലിയർ കട്ടായിട്ട് പരിചയപ്പെടുത്തി. പേര് അഭിലാഷ് എന്നാണ്. പരിചയമില്ലാത്ത ആളുകൾ ഉണ്ടാവാം. എന്റെ പേര് അഭിലാഷ്. എറണാകുളം ജില്ലയിലെ കുമ്പളങ്ങിയാണ് സ്വദേശം. ബയോട്ടോറി എന്ന് പറയുന്ന ഈ ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 വർഷക്കാലത്തിലധികമായിട്ട് അതിശക്തമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈശ്വരാനുഗ്രഹത്താൽ ഒരു ടീം വർക്കിന്റെ ഫലമായിട്ട്, എടുത്തു പറയുന്നു, ഒരു ടീം വർക്കിന്റെ ഫലമായിട്ട് ഞാനും നമ്മുടെ പ്രിയപ്പെട്ട സുധീർ നെത്തൂർ, ഞങ്ങൾ പാർട്ട്ണർഷിപ്പിലാണ് ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അസോസിയേറ്റ് സൈറ്റിൽ ഏകദേശം 32 ലക്ഷം രൂപയിലധികം ഒരു ചെറിയ സമയം കൊണ്ട് വരുമാനം നേടാൻ കഴിഞ്ഞു. ബയോട്ടോറിയത്തെ സംബന്ധിച്ച് കഴിഞ്ഞ 2 വർഷക്കാലത്തെ നമ്മുടെ ഒരു ജേണി എടുത്ത് പരിശോധിച്ചാൽ, ബയോട്ടോറിയത്തിൽ 10 മാസം കൊണ്ട് 1 കോടി മേടിച്ച ആളുകളുണ്ട്, 12 മാസം കൊണ്ട് 1 കോടി മേടിച്ച ആളുകളുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അച്ചീവ്മെന്റ് തന്നെയാണ്. കാരണം എല്ലാവർക്കും ഒരേ രീതിയിലല്ല ഇവിടെ അച്ചീവ്മെന്റുകൾ ലഭിക്കുന്നത്. ആമുഖമായിട്ട് ഇത് പറയാൻ കാരണം, നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് മറ്റൊരാള് നേട്ടങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ അച്ചീവ്മെന്റുകൾ കാണുമ്പോൾ, അവരുടെ ടീം എന്ന് സെറ്റായി അന്ന് മുതലാണ് അച്ചീവ്മെന്റുകൾ ആരംഭിക്കുന്നത് എന്നുള്ള ഒരു മിനിമം ധാരണ പുതിയതായി കടന്നു വന്ന എല്ലാവർക്കും ഉണ്ടാവണം. ഇവിടെ ഒരു ടീം സെറ്റായി കഴിഞ്ഞാൽ നമ്മള് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഒരു കാര്യങ്ങൾക്ക് ഒരുപാട് 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 ഒരു അച്ചീവ്മെന്റുകൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ സക്സസ് ആയിട്ടുള്ള ആരെയും എടുത്ത് പരിശോധിച്ചാലും ഒരു സുപ്രഭാതത്തിലല്ല അവർ സക്സസ് ആയി വരുന്നത്. ഞങ്ങളുടെ വിജയവും അങ്ങനെ തന്നെയാണ്. ഒരുപാട് വ്യക്തികളുടെ വീടുകളിലേക്ക് വരുമാനം എത്തിയ സമയത്താണ് നമുക്കും വരുമാനം കിട്ടിയിട്ടുള്ളത്. പുതിയതായിട്ട് കടന്നു വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വരുന്നൊരു 3 വർഷക്കാലം ഇവിടെ ബയോട്ടോറിയത്തിൽ സ്റ്റിക്ക് ഓണായി നിൽക്കുന്ന ആർക്കും ഇവിടെ സക്സസ് ആവാൻ വേണ്ടി കഴിയും. ബയോട്ടോറിയത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് എടുത്തു പറയുന്നു. ബയോട്ടോറിയം നമ്മൾ കിട്ടി, നമ്മളിവിടെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു, സ്വാഭാവികമായിട്ടും നമ്മൾക്ക് ഇവിടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പ് കിട്ടിയിട്ടുണ്ടാവും. ഈ ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പ് നമുക്ക് കിട്ടിയ അതേ ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പ് ഉപയോഗിച്ചുകൊണ്ട് വരുമാനം മേടിച്ച കുറെ ആളുകളെ കാണാൻ വേണ്ടി കഴിയും. ഇതേ ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പ് കഴിഞ്ഞ 3 വർഷക്കാലം മുമ്പ് എടുത്തിട്ട് വരുമാനം കിട്ടാത്ത ആളുകളെയും ചിലപ്പോൾ നമുക്ക് ബയോട്ടോറിയത്തിൽ കാണാൻ കഴിയും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ബയോട്ടോറിയത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു പർച്ചേസ് ചെയ്തു എന്നുള്ളതിന്റെ പേരിൽ വരുമാനം കൊടുക്കുന്ന കമ്പനിയല്ല, മറിച്ച് പ്രവർത്തനത്തിന്റെ പേരിൽ, നമ്മൾ ആക്റ്റീവായിട്ട് ഈ ബിസിനസ് ചെയ്യുന്നതിന്റെ പേരിൽ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് ഒരു ഡെമോ കൊടുത്തിട്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്ലാൻ പ്രസന്റേഷൻ ചെയ്തിട്ടോ, ഇവിടെ സൂമിൽ സംസാരിച്ചിട്ടോ, അല്ലെങ്കിൽ പ്രസന്റേഷൻ എവിടെയെങ്കിലും ഒക്കെ ഹാളിൽ വന്ന് നമ്മൾ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് വരുമാനം കിട്ടില്ല. മറിച്ച് നമ്മൾ സെയിൽസ് ക്ലോസ് ചെയ്ത് കമ്പനിയിലേക്ക് കൊടുക്കുന്ന സമയത്താണ് നമുക്ക് വരുമാനം കിട്ടുന്നത്. അടിവരയിട്ട് പറയുന്ന കാര്യം, നമുക്ക് ബയോട്ടോറിയത്തിൽ ഇവിടെ ID ലഭിച്ചത് കൊണ്ട് മാത്രമല്ല വരുമാനം കിട്ടുന്നത്, മറിച്ച് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ട് കമ്പനിയിലേക്ക് സെയിൽസ് അയക്കുന്ന സമയത്താണ് നമുക്ക് കമ്പനി വരുമാനം തരുന്നത്. ഇവിടെ എപ്പോഴും നമുക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ നമ്മൾ കമ്പാരിസൺ നടത്താറുണ്ട്. പല ആളുകളും
ഞാൻ ഇത്രയും നാളായി, ഞാൻ ഇത്രയും കാലമായി പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ഞാനിപ്പോ ഒരു മാസമായി എനിക്കൊരു പെയർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, എനിക്ക് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതെന്തുകൊണ്ടാണെന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും വിലയിരുത്തുക. ഇവിടെ നമ്മൾ ചിലപ്പോൾ പല രീതിയിലേക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. സ്വാഭാവികം നമ്മളൊരു കമ്മിറ്റ്മെന്റിന്റെ പുറത്ത് നമ്മുടെ ആരെങ്കിലും നമ്മളോട് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ആളുകൾ നമ്മൾ വന്ന് പറയുമ്പോൾ അവരുടെ അവരുമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ നമ്മളൊരു എക്സൈറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഈ പ്രൊജക്ട് ഏറ്റെടുക്കുന്ന ആളുകളുണ്ട്. അല്ലെ, എക്സൈറ്റ്മെന്റ് എങ്ങനെയാ? എക്സൈറ്റ്മെന്റ് നമുക്ക് നമ്മൾ ഈ ഒരു സൂമില് നമ്മുടെ നിങ്ങളുടെ റിയാക്ഷൻസും നിങ്ങളുടെ ഓരോ കാര്യങ്ങളും ഞാൻ മാത്രം ഇങ്ങനെ പറഞ്ഞു പോകുന്നതും നിങ്ങളൊരു കേൾവിക്കാരായിട്ട് മാത്രമേ നിങ്ങളുടെ അറ്റൻഷൻ സ്വാഭാവികമായിട്ട് ഈ 6 മണി സമയം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പീക്ക് ടൈമാണ്. നമ്മള് ഒരു ആ ഉറക്കത്തിന്റെ എല്ലാ കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിവെച്ചിട്ട് മുന്നേ ചിലപ്പോ 8 മണി വരെ ഉറങ്ങുന്ന ആളുകളുണ്ടായില്ല, ചില ആളുകൾ 7 മണി വരെ ഉറങ്ങുന്ന ആളുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. 6 മണി സമയത്ത് എഴുന്നേൽക്കാൻ കാണിച്ച ഒരു കമ്മിറ്റ്മെന്റ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ്സിൽ സക്സസ് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ ആദ്യ സ്റ്റെപ്പ് എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും തയ്യാറായിട്ടുള്ള നിങ്ങൾ എല്ലാവരെയും ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളെ അഭിനന്ദിക്കാൻ കൂടി ഈ ഒരു സമയം ഉപയോഗിക്കുകയാണ്. കാരണം ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും തരണം ചെയ്യാനായിട്ട് സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു ഉന്നതിയിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് നമ്മുടെ പ്രോബ്ലംസ് 99% നമ്മുടെ പ്രോബ്ലംസ് പരിഹരിക്കപ്പെടുന്നത് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള വളർച്ചയിലാണ് നമ്മളെല്ലാവരും ഇത്തരം കാര്യങ്ങൾ പരിഹരിക്കപ്പെടുന്നത്. ആ സാമ്പത്തികം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സൂം മീറ്റിംഗ്. അല്ലെങ്കിൽ ഇന്നലെ ബിസിനസ് ആരംഭിച്ചിട്ടുള്ള ആളുകൾ രാവിലെ ഒരു പ്രോഗ്രാം ഉണ്ട്, അതിൽ കയറണം. അങ്ങനെ 6 മണിക്കത്തെ ലിങ്ക് ഒക്കെ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടായിരിക്കും ചില ആളുകളൊക്കെ കയറിണ്ടാവണം. അപ്പൊ ഇവിടെ വന്നിട്ട് ഒരാൾ പറയുകയാണ് ഇന്ന കാര്യങ്ങൾ ചെയ്താലാണ്. എല്ലാ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള ആളുകളാണ് ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. പല പല കാര്യങ്ങൾ പല പല രീതിയിൽ എല്ലാത്തിന്റെ അൾട്ടിമേറ്റ് ഒരു സാധനം നമ്മൾ സക്സസ് ആകുക എന്നുള്ളത് തന്നെയാണ്. വൈട്ടോറിയത്തിൽ ഒരു സക്സസ്ഫുൾ പേഴ്സൺ ആയിട്ട് നമ്മൾ മാറുക എന്നുള്ളതിന്റെ ഉദ്ദേശത്തിലാണ് ഇത്തരം പ്രോഗ്രാമുകൾ നമുക്ക് അറേഞ്ച്മെന്റ് ചെയ്യുന്നത്. ഇവിടെ പറയുന്ന കാര്യം ആര് പറയുന്നു എന്നുള്ളതല്ല, എന്താണ് പറയുന്നത്, അത് നമുക്ക് എത്രമാത്രം ഗുണകരമാണ് എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഓരോരുത്തരും വിലയിരുത്തേണ്ടത്. ഇവിടെ വലിപ്പ ചെറുപ്പങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ പ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ ചില ആളുകൾ പറയുമ്പോൾ ചിലപ്പോൾ അത് നമുക്ക് അങ്ങനെ തന്നെ ഡൈജസ്റ്റ് ആവണമെന്നില്ല. പക്ഷെ എന്നിരുന്നാലും നമുക്ക് അല്ലെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങളെ തരംതിരിച്ചെടുക്കാനുള്ള ഒരു വിവേകം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ സക്സസ് ആക്കുന്നത്. ഞാൻ പറയാൻ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഒരുപാട് ആളുകളെ നമ്മൾ കാണും, ഒരുപാട് മനുഷ്യരെ നമ്മൾ പരിചയപ്പെടും, ഒരുപാട് ആളുകളിൽ നിന്നും പല കാര്യങ്ങളും പഠിക്കാനുണ്ട്. പല കാര്യങ്ങളും ചില ആളുകൾ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ ആവണം എന്ന് ആഗ്രഹിക്കാറുണ്ട്, ചില ആളുകളെ കാണുമ്പോൾ ഒരിക്കലും ഞാൻ ഇങ്ങനെ ആവരുത് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാണ്, അല്ലെ നമ്മുടെ ക്യാരക്ടറും നമ്മൾ പരിചയപ്പെടുന്ന വലിയ പ്രമുഖരായിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളെയൊക്കെ എല്ലാം നമുക്ക് ഈ ജീവിതത്തിൽ നമ്മൾ നെറ്റ്വർക്ക് മാത്രമല്ല ഞാൻ പറയുന്നത്, ജീവിതത്തിൽ ഒരുപാട് സമയങ്ങളിൽ നമ്മൾ വ്യത്യസ്തമായ സമയങ്ങളിലെല്ലാം ഒരുപാട് മനുഷ്യരെ കാണും. ഇങ്ങനെ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, ഇങ്ങനെ ആവരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ നമ്മളുമായിട്ടുള്ള ബിഹേവിയർ അല്ലെങ്കിൽ അവരുടെ ഓരോ കാര്യങ്ങളിലും ചില കാര്യങ്ങൾ നമ്മൾ അട്രാക്ട് ചെയ്യും. അല്ലെ, ചില ആളുകളുടെ ചിരി, ഇപ്പൊ യൂണിസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെയൊക്കെ ചിരിയെ കുറിച്ച് പറയാറുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മുടെ ഗീത ചേച്ചിയെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഗീത ചേച്ചിയുടെയൊക്കെ നമ്മളെ ഓരോ ആളുകളെ കാണുമ്പോഴുള്ള അവരുടെ ഒരു സന്തോഷങ്ങളൊക്കെ നമ്മളെ ആകർഷിക്കുന്നതാണ്. അത്തരം ആ ഒരു ക്യാരക്ടറിലേക്ക് നമ്മൾ അവരിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുകയാണ്, നമ്മൾ അവരിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്. അത്തരം ആകർഷണം നമുക്ക് ഉണ്ടാവാറുണ്ട്. ചില മനുഷ്യരൊക്കെ കാണുമ്പോൾ നമ്മൾ മുഖം തിരിച്ച് അല്ലെങ്കിൽ അയ്യോ അവരെയൊക്കെ ഒന്നും കാണിയിരുന്ന ആളുകളെ എന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം സക്സസ് ആകുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം ഘടകങ്ങൾ, ഇത്തരം ചേരുവകൾ ചേരുമ്പോഴാണ് ചില സിനിമകൾ സക്സസ് ആകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് നല്ല കഥയുള്ള ഒരു സിനിമയായിരിക്കും, പക്ഷെ ഒരുപാട് ചേരുവകൾ അതിൽ വരുമ്പോഴാണ് ചില കെമിസ്ട്രികൾ, ചില നായകന്മാരും ചില നായികമാരും അതിലൊത്തുചേരുന്ന സമയത്താണ് ആ സിനിമ സക്സസ് ആയി മാറുന്നത്.
അങ്ങനെ ഓരോ കാര്യങ്ങളും ഒരു നാടകമാണെങ്കിലും ഒരു സിനിമയാണെങ്കിലും ഒരു സ്കിറ്റ് ആണെങ്കിലും ഒരു പാട്ടാണെങ്കിലും ഇതെല്ലാം അത്തരം ചേരുവകൾ ചേരുമ്പോഴാണ് അത് നല്ല ഒരു നമുക്ക് ആസ്വാദ്യകരമായി മാറുന്നത്. എന്നതുപോലെ തന്നെയാണ് ഇവിടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലേക്ക് പയറ്റൂറിയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ചില ശില്പങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചില വേണ്ടാത്ത സാധനങ്ങൾ നമ്മൾ കൊത്തി മാറ്റും, ചിലത് ഷാർപ്പൺ ചെയ്യും, ചില കാര്യങ്ങൾ നമ്മൾ അതേ രീതിയിലേക്ക് നമ്മൾ അതിനെ രൂപാന്തരപ്പെടുത്തും. അപ്പൊ ചില വേദനകളൊക്കെ അനുഭവപ്പെടും. ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും, ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളായിരിക്കാം. ഇതെല്ലാത്തിന്റെയും കൂടിച്ചേരലുകളാണ് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കറായിട്ട് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത്. ഇത്രയും കാലത്തെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ ഞാൻ കുറെ കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതല്ല, മറിച്ച് ഇതിലെ ഓരോ ആളുകളും സക്സസ് ആയ ആളുകളും പരാജയപ്പെട്ട ആളുകളെയും നിരവധി ആളുകളെ ഇതിൻ്റെ അകത്ത് കണ്ടിട്ടുണ്ട്. നെറ്റ്വർക്കിൽ ഒരിക്കലും പരാജയമില്ല, മറിച്ച് ചിലപ്പോൾ സക്സസിന്റെ റേഷ്യോ കുറഞ്ഞു വരും. ചില ആളുകൾ ഫാസ്റ്റായി ഈ പറയുന്ന രീതിയിൽ അച്ചീവ്മെന്റ് അവർ എഫേർട്ടാണ് അവരെ ആ രീതിയിലേക്ക് മാറ്റുന്നത്. നമ്മളെപ്പോഴും കാണുന്നത് അവരുടെ ഒരു സക്സസ്ഫുൾ സമയത്തെ മാത്രമാണ് കാണുന്നത്. അവരുടെ ഒരു എഫേർട്ടിനെ നമ്മൾ പലപ്പോഴും കാണാതെ പോകുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ചിലപ്പോൾ ചില വൈരുദ്ധ്യങ്ങൾ അല്ലെങ്കിൽ ചില ഒരു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ള ഒരു മേഖല കൂടിയാണ്. കാരണം നമ്മൾ അത്രയും ഫാസ്റ്റായിട്ട് ചില അച്ചീവ്മെന്റുകൾ ഫസ്റ്റ് ഇമ്മീഡിയറ്റ് പൊസിഷനിൽ വന്നിട്ടുള്ള ഒരു ലീഡർ ആയിരിക്കും അവർ. പക്ഷെ ആ ലീഡറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുമ്പോൾ അയ്യോ അപ്പലീൻ വളരെ ഫാസ്റ്റ് ആയിട്ട് അച്ചീവ്മെന്റ് എടുത്ത് ഞാൻ ഇത്രയും ആയുള്ളല്ലോ, അങ്ങനത്തെ ഒരു കമ്പാരിസൺ ഒന്നും നമ്മളിവിടെ നടത്തേണ്ടതില്ല. ചില ചിലപ്പോൾ നമ്മുടെ അസോസിയേറ്റ് വളരെ ഫാസ്റ്റ് ആയിട്ട് അച്ചീവ്മെന്റുകൾ എടുക്കും. അങ്ങനെ ഫാസ്റ്റ് ആയിട്ട് അച്ചീവ്മെന്റുകൾ എടുക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ സക്സസ് ആവുന്ന സമയത്താണ് നമ്മളും സക്സസ് ആവുന്നത്. എന്നതുപോലെ തന്നെയാണ് ഇവിടെ ഓരോ കാര്യങ്ങളും നമ്മൾ അളന്നു കുറിച്ച് ചില പോരായ്മകൾ നമ്മൾ പരിഹരിക്കപ്പെടുകയും ചില കാര്യങ്ങളിലേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ആകുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഒരു ലീഡറായിട്ട് മാറുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ടോപ്പിക് എന്നുള്ളത് ഡ്യൂപ്ലിക്കേഷൻ ആണ്. ഈ ഡ്യൂപ്ലിക്കേഷനെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പല കാര്യങ്ങളിലും നമ്മൾ ഇവിടെ ABCD എന്ന് പറയുന്ന നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടാണ് ABCD എന്ന് പറയുന്നത്. ആറ്റിറ്റ്യൂഡ് ആണെന്ന് പല പ്രോഗ്രാമുകളിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവാം. B എന്ന് പറയുന്നത് ബിലീഫ് ആണ്. C എന്ന് പറയുന്നത് കമ്മിറ്റ്മെന്റ് ആണ്. ഡ്യൂപ്ലിക്കേഷന്റെ ഭാഗമായിട്ടാണ് D എന്ന് പറയുന്നത്. ഞാൻ ഇന്ന് എടുക്കാൻ ഉദ്ദേശിച്ച പോയിന്റും അത് തന്നെയാണ്, ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്ന കാര്യമാണ്. എന്താണ് ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ഡ്യൂപ്ലിക്കേഷന്റെ മലയാള വാക്യമാണ് അനുകരണം എന്ന്. അപ്പോൾ നമ്മളെ അനുകരണം എന്ന അതൊരു ആർട്ടാണ്, ഒരു കലയാണ്. അനുകരണം, നമ്മൾ മറ്റുള്ളവരെ അനുകരിക്കുക അല്ലെങ്കിൽ നമ്മൾ അവരെ ഇമിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു കലയാണ്. നമുക്ക് പല രീതിയിൽ നമുക്ക് ആളുകളെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അനുകരിക്കാൻ വേണ്ടി കഴിയും. ഞാൻ ഈ പറയുന്നത് അത് ഒന്ന് കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് നമ്മൾ ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കണം, ഹൈ തിങ്കിങ് ആയിരിക്കണം, അതുപോലെ ഒരു ബിസിനസ്മാൻ ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. ഇതൊക്കെ എല്ലാം നമ്മൾ പല പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ട്. പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ഹൈ തിങ്കിങ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം, നമ്മൾ ഉയർന്ന ചിന്താഗതി ഉണ്ടാവണം, അതുപോലെ തന്നെ നമ്മൾ ഒരു പ്രോസ്പെക്റ്റിംഗ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം, അതുപോലെ തന്നെ ബിസിനസ്മാന്റെ ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു കർഷകന്റെ മനോഭാവത്തോടു കൂടി നമുക്ക് ബിസിനസ്സിലേക്ക് ഏർപ്പെടാൻ. കാരണം നെറ്റ്വർക്ക് എന്നുള്ളത് ഒരു 1000 ദിവസം എങ്കിലും ഒരു കമ്പനിയിൽ സ്റ്റിക്ക് ഓൺ ആയിട്ട് അല്ലെങ്കിൽ ഒരു 3 വർഷക്കാലം ഒരു കമ്പനിയിൽ സ്റ്റിക്ക് ഓൺ ആയിട്ട് നിൽക്കുന്ന ആളുകൾക്കാണ്, പ്രവർത്തിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകൾക്കാണ് വലിയ സക്സസിലേക്ക് മാറാൻ വേണ്ടി കഴിയുന്നത്. അതുകൊണ്ട് ആറ്റിറ്റ്യൂഡ്, ഒരു പക്കാ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാൾക്ക് മാത്രമേ സക്സസ് ആയിട്ടുള്ള രീതിയിലേക്ക് മാറാൻ വേണ്ടി കഴിയുള്ളൂ. ബിലീഫ് എന്ന് പറയുന്ന ബിലീഫ് എന്ന് പറഞ്ഞാൽ വിശ്വാസത്തെ സൂചിപ്പിക്കുന്നതാണ്. വിശ്വാസം, നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് വിശ്വാസം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കമ്പനിയെ കുറിച്ചുള്ള വിശ്വാസം എന്നുള്ളത്. നമ്മുടെ കമ്പനിയെ കുറിച്ച് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? നിങ്ങൾ നിങ്ങളുടെ കമന്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. യെസ് എന്ന് പറഞ്ഞ ഒരു അക്ഷരം മാത്രം ടൈപ്പ് ചെയ്താലും അത് കമന്റ് ആയിട്ട് കണക്കാക്കുന്നതാണ്. നമ്മുടെ കമ്പനിയെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നതാണോ? എഴുതാ യെസ്. കമ്പനിയെ നമുക്ക് ഭഗത് സർ, ഗീതാ പ്രകാശ്, യെസ്. താങ്ക് യു സിന്ധു ടീച്ചർ, താങ്ക് യു സർ. യെസ്.
100%. യെസ്, താങ്ക് യു ഓൾ. 100% വിശ്വസിക്കാൻ കഴിയുന്ന കമ്പനിയാണ് നമ്മുടെ കമ്പനി എന്നുള്ളത്. കഴിഞ്ഞ 18 വർഷങ്ങളായിട്ട് ഈ പറയുന്ന മാഗ്നറ്റിക് തെറാപ്പിയിൽ മാഗ്നറ്റിസം എന്ന് പറയുന്ന ഈ ഒരു നമ്മുടെ ഏറ്റവും ദൈവികമായിട്ടുള്ള ഒരു സംഗതിയുടെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മാനുഫാക്ചേഴ്സ് ആണ് ഇവര്. ആ മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ മനുഷ്യരിലേക്ക് ഇത്രയും കാലം കൊണ്ട് ഒരുപാട് മനുഷ്യരിലേക്ക് എത്തിക്കാനായിട്ട് ഈ സമയം കൊണ്ട് കഴിഞ്ഞു. അതുകൊണ്ട് കമ്പനിയെ നമുക്ക് 100% വിശ്വസിക്കാൻ കഴിയും. ഇതിന്റെ പ്രൊഡക്റ്റില് ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ പ്രൊഡക്റ്റിലുള്ള ഒരു വിശ്വാസം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. യെസ്, താങ്ക് യു. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റിലുള്ള വിശ്വാസം, ഈ പ്രൊഡക്റ്റിലുള്ള വിശ്വാസം ഒന്നുകൊണ്ട് തന്നെയാണ് ദിവസവും 100-ലധികം ആളുകൾ ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് കയറുന്നത്. ഞാനും നിങ്ങളും ഈ കമ്പനിയുമായിട്ട് ഏറ്റവും അറ്റാച്ച്ഡ് ആയിട്ട് മാറുന്നത്. കാരണം ഈ പ്രൊഡക്റ്റ് തന്നെയാണ് ആ യുണീക്നെസ്. നമ്മുടെ പ്രൊഡക്റ്റിൽ ഈ ഒരു പ്രൊഡക്റ്റിലും കൊടുക്കാൻ പറ്റാത്ത ഗ്യാരണ്ടികൾ നമ്മുടെ ഈ പ്രൊഡക്റ്റിന് നമ്മൾ കൊടുക്കുന്നത്. ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് എനിക്കും നിങ്ങൾക്കും നമ്മുടെ കുടുംബത്തിലും നമ്മൾ കൊടുത്തിട്ടുള്ള ആളുകൾക്കും എല്ലാം കിട്ടിയിട്ടുള്ള വലിയ വലിയ റിസൾട്ടുകൾ തന്നെയാണ് ഒരു കമ്പനിക്കും. ഞാൻ അടിവരയിട്ട് പറയാം, ഒരുപാട് കമ്പനികളുടെ പ്ലാനുകളും പ്രൊജക്ടുകളും ഒക്കെ ഈ സമയത്തിനുള്ളിൽ കേൾക്കാൻ കഴിഞ്ഞു. ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഒരു യൂണിയൻ പ്രവർത്തനവും കൂടി ഉള്ളത് കൊണ്ട് പല കമ്പനികളുടെ പ്ലാനുകളും പ്രൊഡക്റ്റുകളും ഒക്കെ കേൾക്കാറുണ്ട്. ആ പ്രൊഡക്റ്റിലുള്ള നമ്മുടെ വിശ്വാസം എന്നുള്ളത് ഒരു 200% നമുക്ക് പറയാം. 200%, 100 അല്ല 200% നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് വാദോരാതെ സംസാരിക്കാം. ഇവിടെ ആരോട് പറഞ്ഞാലും ഇപ്പൊ സലീമിക്കേക്ക നമ്മുടെ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ നമ്മളൊക്കെ ഞെട്ടിപ്പോവും. ഒരുപാട് അനുഭവങ്ങൾ. ചാക്കോ സർ, താങ്ക് യു. അപ്പൊ അത്തരം പ്രൊഡക്റ്റ് ആണ്, ആ പ്രൊഡക്റ്റിലുള്ള നമ്മുടെ വിശ്വാസം തന്നെയാണ് നമ്മളെ ഈ കാര്യങ്ങളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുന്നത്. ഇതിലെ ഇൻകം പ്ലാനിൽ നമുക്ക് വിശ്വാസം ഉണ്ടാവണം. ഇൻകം പ്ലാനിൽ വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുക, ഒരു കമ്പനിയും കൊടുക്കാത്ത വരുമാനമാണ് നമ്മുടെ കമ്പനി കൊടുക്കുന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം ഒരു PVക്ക് നമ്മൾ ഫാമിലി ബോണസ് 58.8 രൂപ, 58 രൂപയിലധികം ഫാമിലി ബോണസ് ആയിട്ടും നമ്മൾ 8.8 രൂപ 80 പൈസ നമുക്ക് അവയർനെസ് ബോണസ് ആയിട്ടും കൊടുക്കുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ കമ്പനി. ഇന്ന് ഏതൊരു കമ്പനിയുടെ പ്ലാനും എടുത്ത് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ കമ്പനി കൊടുക്കുന്നത് ഏറ്റവും ഹ്യൂജ് ആയിട്ടുള്ള ഒരു വരുമാനമാണ് നമ്മുടെ കമ്പനി കൊടുക്കുന്നത്. ആ കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ലാത്ത ആളുകളാണ് ഈ കൂട്ടത്തിൽ ഇരിക്കുന്നത്. വരുമാനം കൈപ്പറ്റിയ ആളുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മുടെ വരുമാനവും നമ്മുടെ പ്രവർത്തനവും തമ്മിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. നമ്മുടെ പ്രവർത്തനത്തെക്കാൾ കൂടുതൽ വരുമാനം ഈ കമ്പനി നമുക്ക് തരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ പ്രവർത്തനത്തെക്കാൾ കൂടുതൽ വരുമാനം തരുന്ന കമ്പനിയാണ്. പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ കമ്പനി തരും, പ്രവർത്തിച്ചാൽ മാത്രം ആണ് ഇത് കിട്ടുന്നത് എന്നുള്ളതാണ്. ഇനി അടുത്തത് എന്താണ്? നമ്മുടെ പ്രൊഡക്റ്റിൽ വിശ്വാസം ഉണ്ടായി, നമ്മുടെ ഇൻകം പ്ലാനിൽ വിശ്വാസമുണ്ടായി. ഇതെല്ലാ കാര്യത്തിലും 100% നമ്മൾ വിശ്വാസമുള്ള ആളുകളാണ്. നമുക്ക് നമ്മളിൽ വിശ്വാസമില്ല എങ്കിൽ, ഇവിടെ പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, നിങ്ങൾ കൃഷ്ണനിൽ വിശ്വസിച്ചാലും നിങ്ങൾ നബിയിൽ വിശ്വസിച്ചാലും നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാലും നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമില്ലെങ്കിൽ ഈ ലോകത്തൊന്നും നേടാൻ കഴിയില്ല എന്നതാണ്. പലപ്പോഴും പല ആളുകളും പറയും, ഇത് മനോജ് സാറിനെ കൊണ്ട് നടക്കും, ദൈവ വെള്ളയത്രയെ കൊണ്ട് നടക്കും, റാഫി സാറിനെ കൊണ്ട് പറ്റും, ഡാനി സാറിനെ കൊണ്ട് പറ്റും, എന്നെ കൊണ്ട് പറ്റില്ല. അവരൊക്കെ വന്ന സമയത്ത് ഇവിടെ യാതൊരുവിധ ഒരു വിധത്തിലുള്ള ഒരു റിസൾട്ടും ഇല്ലാതിരുന്ന സമയത്ത് ഈ പ്രൊജക്ട് ഏറ്റെടുത്ത വ്യക്തികളാണ് നമ്മുടെ പ്രിയപ്പെട്ട മനോജ് സാറും അതുപോലെ ഡാനി സാറും അതുപോലെ സൈവർ സാറും ഒക്കെ. ഈ പ്രൊഡക്റ്റ് എന്താണെന്ന് പോലും അറിയില്ലാത്ത സമയത്ത് ഈ പ്രൊഡക്റ്റ് കിട്ടി. ആ പ്രൊഡക്റ്റ് ഏറ്റെടുത്ത് ഒരുപാട് ആളുകളിലേക്ക് കൊടുത്ത സമയത്ത് അവർക്ക് റിസൾട്ട് കിട്ടി. അന്ന് തൊട്ടാണ് അവരും ഇതിൽ സക്സസ് ആയി തുടങ്ങിയത്. അവർ ആത്മാർത്ഥമായിട്ട് ഇതിനെ ചേർത്ത് പിടിച്ചു എന്നുള്ളത് കൊണ്ടാണ് അവർ സക്സസ് ആയി മാറിയത്. അതേ അവസരം തന്നെയാണ് എനിക്കും നിങ്ങൾക്കും കിട്ടിയിട്ടുള്ളത്. അതേ അവസരം തന്നെയാണ്. അവർക്ക് അന്ന് റിസൾട്ട് ഇല്ലായിരുന്നെങ്കിൽ നമുക്കിന്ന് റിസൾട്ടുകൾ കിട്ടുന്നു എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് നമ്മളിൽ കൂടി വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ
ഇവിടെ സക്സസ് ആവാൻ വേണ്ടി കഴിയുള്ളൂ. ഇവിടെ അപ്ലൈന്റെ ഒരു അപ്ലൈൻ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അസോസിയേറ്റ് ഞങ്ങൾ എന്റെ ലെഫ്റ്റും റൈറ്റും നല്ല പുലിക്കുട്ടികൾ വന്നിട്ടുണ്ട്, ഇനി എനിക്കൊന്നും പേടിക്കാനില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ആ പുലി വരുമ്പോ നമ്മൾ കുപ്പുലിയായി മാറിയില്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വലിയ രീതിയിലേക്കുള്ള അച്ചീവ്മെന്റ് എടുക്കാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ്. നമ്മൾ പുതിയ വ്യക്തികളോടാണ് ഏറ്റവും അധികം സംസാരിക്കാനുള്ളത്. കാരണം പുതിയ വ്യക്തികൾ നമ്മുടെ ലെഫ്റ്റും റൈറ്റും രണ്ട് വ്യക്തികളെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് സക്സസ് ആയി. നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ കണക്ട് ചെയ്താൽ നമ്മൾ സക്സസ് ആയി, അത് 100% ഉറപ്പാണ്. അതോടൊപ്പം തന്നെ നമ്മളും ആക്റ്റീവ് ആയിരിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഡ്യൂപ്ലിക്കേഷന്റെ പാർട്ട് പറയുമ്പോൾ ഞാൻ ഇതെല്ലാം കണക്ട് ചെയ്ത് പറയുന്നതാണ്. നമ്മളെ സംബന്ധിച്ച് ഇതെല്ലാ വിശ്വാസങ്ങളും നമുക്കുണ്ട്. നമ്മൾ കമ്മിറ്റഡ് അല്ല, നമ്മൾക്കൊരു കമ്മിറ്റ്മെന്റ് ഇല്ല എങ്കിൽ നമ്മൾ വിശ്വാസമുണ്ട്, എല്ലാ കാര്യങ്ങളിലും വിശ്വാസം, എനിക്ക് എന്നിലും വിശ്വാസമുണ്ട്. ഒരു കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. എന്തിലൊക്കെ നമുക്ക് കമ്മിറ്റ്മെന്റ് വേണം, നമുക്ക് നമ്മുടെ ടീമുമായിട്ട് കമ്മിറ്റ്മെന്റ് വേണം, അല്ലെ? നമ്മുടെ ടീമുമായിട്ട് എന്റെ കൂടെ വന്നിട്ടുള്ള എന്റെ അസോസിയേറ്റ്സ് ആരാണെങ്കിലും നമ്മുടെ കൂടെ വന്നിട്ടുള്ള ആളുകൾ സക്സസ് ആവാൻ വേണ്ടിയിട്ട് നമ്മളെ വിശ്വസിച്ച് ആത്മാർത്ഥമായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളുടെ കൂടെ നിൽക്കുക എന്നുള്ള ആ ഒരു കമ്മിറ്റ്മെന്റ് നമുക്കുണ്ടാകുക എന്നുള്ളതാണ്. നമുക്കിവിടെ ഓരോ ആളുകളെയും നമ്മൾ പുതിയതായിട്ട് നമ്മുടെ കൂടെ വരുമ്പോൾ അവരെല്ലാം ഒരു വലിയ വിശ്വാസം നമ്മളിൽ അർപ്പിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ കൂടെ നിന്നാൽ ഞാൻ സക്സസ് ആവും എന്നുള്ള ആ ഒരു വിശ്വാസമുണ്ട്. ആ സക്സസ് ആവും എന്നുള്ള വിശ്വാസത്തെ കൂടുതൽ 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 ഊട്ടി ഉറപ്പിക്കാനായിട്ട് നമ്മുടെ ഓരോ ദിവസത്തെ പ്രവർത്തനം കൊണ്ട് നമുക്ക് കഴിയണമെന്നുള്ളതാണ്. അതുകൊണ്ട് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു വാക്കിന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഏറ്റവും അധികം പ്രാധാന്യമുള്ളതാണ്. നമ്മൾ 100% കമ്മിറ്റഡ് ആയിട്ട് ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. പാർട്ട് ടൈം ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്. പാർട്ട് ടൈം ആയിട്ട് നമ്മൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഈ ബിസിനസ് ചെയ്യുന്നുണ്ട്. ആ 2 മണിക്കൂർ അത്രമാത്രം സീരിയസ് എന്നുള്ളതാണ് നമ്മളെ ഈ ബിസിനസ്സിൽ സക്സസിലേക്ക് നയിക്കുന്ന ഘടകം. ആ 2 മണിക്കൂറിനെ എഫക്റ്റീവ് ആയിട്ട് കമ്മിറ്റഡ് ആയിട്ട് ഈ ബിസിനസ് ചെയ്യാനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ 100% ഗ്യാരണ്ടിയാണ് നമ്മളെന്ന് പറയുന്ന വ്യക്തിക്ക് വലിയ രീതിയിലേക്ക് സക്സസ് ആയിട്ട് മാറാൻ വേണ്ടി കഴിയും. കാരണം വേറൊന്നുമല്ല, ഈ പ്രൊഡക്റ്റ് തന്നെയാണ്. നമ്മൾ പ്രവർത്തിക്കുന്നതിൽ കൂടുതൽ നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ആ ഉത്തരം അല്ലെ ഞാൻ പറഞ്ഞ കാര്യം ശരിയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമന്റ് ആയിട്ട് അത് രേഖപ്പെടുത്താം. നമ്മൾ പ്രവർത്തിക്കുന്നതിൽ കൂടുതൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ പ്രൊഡക്റ്റ് ആണ് മാർക്കറ്റിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയാണോ തെറ്റാണോ ചക്കോ സാറേ? ശരിയാ. യെസ് 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 കലിമിക്ക ജോയ് സാർ ശരിയാ, 100% ശരിയാ. യെസ്, എതിരഭിപ്രായം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം നിങ്ങൾ ഞാൻ എന്നെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ പ്രവർത്തിക്കുന്നതിൽ കൂടുതൽ ഈ പ്രോഡക്റ്റ് കൊടുത്തിട്ട് ആളുകൾ ആ പ്രോഡക്റ്റ് ഇവിടെ മാർക്കറ്റിൽ പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു 3 വർഷക്കാലം 3.5 വർഷക്കാലം ഈ പ്രൊഡക്റ്റ് ഈ മാർക്കറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്ട് അത് കൊയ്തെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. ആ റിസൾട്ടുകളെ നമ്മൾ കൂടുതൽ കൂടുതൽ ഊതി ഒരുപാട് മനുഷ്യരിലേക്ക് എത്തിച്ചു കഴിയുമ്പോൾ നമ്മുടെ മാർക്കറ്റ് കൂടുതൽ ഓപ്പൺ ആയിട്ട് മാറും. നമ്മൾ തന്നെ ഈ മാർക്കറ്റിനെ പോസിറ്റീവ് ആക്കാനും നമുക്ക് തന്നെ ഈ മാർക്കറ്റിനെ നെഗറ്റീവ് ആക്കാനായിട്ടും കഴിയുമെന്നുള്ളതാണ്. കാരണം നെറ്റ്വർക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇവിടത്തെ ഏറ്റവും വലിയ ശത്രുക്കളായിട്ട് മാറുന്നത് എന്നുള്ളതാണ്. പ്രവർത്തിക്കുന്ന എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം, ഒരു ലീഡർഷിപ്പിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് അറിയാൻ പറ്റും. നമുക്ക് തന്നെ മാർക്കറ്റിൽ പോസിറ്റീവ് ഉണ്ടാക്കാനും പറ്റും, നമുക്ക് തന്നെ നെഗറ്റീവ് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയാണ്? നമുക്ക് സെയിൽസ് കിട്ടുമ്പോൾ നമ്മൾ വളരെ പോസിറ്റീവാണ്, അല്ലെ? സെയിൽസ് ഉള്ള സമയത്ത് നമ്മൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ചും പ്രൊജക്റ്റിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മുടെ മുഖത്ത് സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത് പോലെ ആയിരിക്കും. ഈ വരുമാനമില്ലാത്ത സമയങ്ങളിൽ നമ്മുടെ മുഖത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും. എന്റെ മുഖത്തൊക്കെ എപ്പോ നോക്കിയാലും ചിരിച്ചുകൊണ്ട് നിൽക്കാനായിട്ട് നമുക്ക് കഴിയണം എന്നുള്ള അങ്ങനെ ഒരു ഇരുട്ട് നമ്മുടെ മുഖത്ത് കയറിയാൽ നമുക്ക് എപ്പോഴും സംഭവിക്കുന്ന കാര്യം, നമ്മൾ സക്സസിലേക്ക് പോകാനായിട്ട് വലിയ പ്രയാസമായിരിക്കും. നമുക്ക് വരുമാനം ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും. അതെങ്ങനെയാണ് സാറേ, അതല്ലെങ്കിൽ എങ്ങനെയാണ് മേഡം എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. നമുക്ക് കിട്ടിയ അവസരം എന്നുള്ളത് നമ്മൾ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടല്ല ഈ ബിസിനസ് ഞാനും നിങ്ങളും ചെയ്തിട്ടുള്ളത്. നമ്മളൊരു പർച്ചേസ് എന്ന് പറയുന്ന ഒരൊറ്റ കാര്യം, ഒരു പർച്ചേസ്, ഒരു 9,800 രൂപയുടെയോ ഒരു 16,500 രൂപയുടെ ഒരു പർച്ചേസ് ചെയ്ത ഒരു വ്യക്തിക്കാണ് ഇന്ന് ഈ ബിസിനസ്സിലൂടെ കോടിക്കണക്കിന് രൂപ വരുമാനം കമ്പനി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആരും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളല്ല. നിങ്ങൾ ഇവിടെ നിന്ന് നമ്മൾ അരൂരിൽ നിന്ന് ഒന്ന് ആലപ്പുഴ വരെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക്, ഞങ്ങളെ തൊട്ടടുത്തുള്ള പ്രദേശമാണ് പറയുന്നത്, ഇവിടെ യെസ്
ഇവിടത്തെ നാഷണൽ ഹൈവേയിൽ ഒരുപാട് വർക്കുകൾ നടക്കുന്നുണ്ട്. കോടിക്കണക്കിന് രൂപ. എനിക്കറിയാവുന്ന ചില ആളുകളുടെ ഹോട്ടലുകൾ ഉണ്ടായിരുന്നു. എന്റെ നാട്ടിലെ ഒരു വ്യക്തിയുടെ ഒരു ഹോട്ടൽ, 2 ഹോട്ടൽ നാഷണൽ ഹൈവേയിൽ ഉണ്ടായിരുന്നു. ഈ നാഷണൽ ഹൈവേയുടെ പണി ആരംഭിച്ച സമയത്ത് ആ ഹോട്ടലുകളെല്ലാം പൂട്ടിപ്പോയിന്ന്. 2 കോടിയും 3 കോടിയും ഒക്കെ ഓവർ ഡ്രാഫ്റ്റ് എടുത്തുകൊണ്ട് ഈ ബിസിനസ്, അല്ലെങ്കിൽ അവരുടെ സ്വന്തം ബിസിനസ് ആരംഭിച്ച വ്യക്തികളെ സംബന്ധിച്ച് ആ ഹോട്ടലുകൾ ഇന്ന് പൂട്ടിപ്പോയ സ്ഥിതിയിലാണ്. 3 കോടി രൂപയുടെ ലൈബിലിറ്റിയിലേക്ക്, വീട് വിൽക്കേണ്ട അല്ലെങ്കിൽ കിടപ്പാടം വിൽക്കേണ്ട രീതിയിലേക്ക് അവർ മാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് പാർട്ടിനെ കുറിച്ച് അവർ ചിന്തിക്കുമ്പോൾ കിടന്നാൽ ഉറക്കം വരില്ല എന്നുള്ളതാണ്. ഇവിടെ പല ആളുകളും ചെയ്തിട്ടുള്ള ബിസിനസ്സുകൾ ഈ കൊറോണ സമയത്ത് ഒരുപാട് ബിസിനസ്സുകൾ കൂട്ടിപ്പോയിട്ടുണ്ട്. അവരെല്ലാം ഇൻവെസ്റ്റ് ചെയ്തത് കോടിക്കണക്കിന് രൂപയാണ്. ഇവിടെ ഡയറക്ട് സെല്ലിംഗിലേക്ക് വരുമ്പോൾ നമുക്ക് 1 രൂപ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെയാണ് നമ്മൾ ഈ വരുമാനത്തിലേക്ക് എത്തുന്നത് എന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക. അതുകൊണ്ട് നമ്മുടെ കമ്പാരിസൺ മറ്റു ബിസിനസ്സുകളുമായിട്ട് കമ്പയർ ചെയ്യണം. നമ്മൾ ഓരോ കാര്യങ്ങളെ കുറിച്ച് പഠിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടാണ് ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യം ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്ന കാര്യമാണ്. അനുകരിക്കുക. ആരെയാണ് അനുകരിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ആരെയാണ് ഞാൻ അനുകരിക്കേണ്ടത് എന്നുള്ള ചോദ്യത്തിന് നമുക്ക് കൃത്യമായ വ്യക്തമായ ഉത്തരമുണ്ട്. സക്സസ്ഫുൾ ആയിട്ടുള്ള അപ്ലയൻസിനെ, സക്സസ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ പാർട്ട്നേഴ്സിനെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആരെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നമ്മുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള അപ്ലയൻസിനെ നമ്മൾ അനുകരിക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ എല്ലാ മാനറിസങ്ങളും നമ്മൾ അനുകരിക്കും എന്നുള്ളതാണ്. അങ്ങനെ അനുകരിക്കപ്പെടുന്ന ആ ആളുകളെ, കൃത്യമായ രീതിയിൽ അനുകരിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എടുത്തു നോക്കിയാൽ ഇന്ന് അവർ വലിയ രീതിയിലേക്കുള്ള വരുമാനം മേടിച്ചിട്ടുണ്ടാവും. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട മനോജ് സാറ് ഒരു 10 മാസക്കാലം കൊണ്ട് 1 കോടി രൂപയിലേക്ക് ബയോട്ടോറിയത്തിൽ കേരളത്തിൽ ആ ഒരു അച്ചീവ്മെന്റ് എടുത്ത വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട മനോജ് സാർ. അദ്ദേഹത്തെ അനുകരിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളുകൾ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കുറെ മാനറിസങ്ങളുണ്ട്, അദ്ദേഹത്തിന്റെ ജീവിത ചര്യകളുണ്ട്, ചിട്ടയായ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അദ്ദേഹത്തിന്റെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു സമയമെടുത്ത് നോക്കിയാൽ അദ്ദേഹത്തിന്റെ ചിട്ടയായ പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഒരു ദിവസം പോലും അദ്ദേഹം ബിസിനസ്സിൽ നിന്നോ മാറി നിൽക്കുന്നില്ല. എല്ലാ ദിവസവും ഈ സൂമിന്റെ ഭാഗമായിട്ട് ഇതിനകത്ത് കയറുന്നു. പല സ്ഥലങ്ങളിലേക്കുള്ള യാത്രകളിലും പോലും അദ്ദേഹം ഒരു ദിവസം പോലും ഈ പ്രോഗ്രാമിൽ നിന്ന് മാറി നിൽക്കാതെ അദ്ദേഹം കൃത്യമായ രീതിയിലേക്ക് നമ്മുടെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ അദ്ദേഹം തയ്യാറാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ആളാണ്. അദ്ദേഹത്തെ അനുകരിക്കാം. അദ്ദേഹത്തെ അനുകരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ന്യൂനതകൾ ഉണ്ടാവാം. അദ്ദേഹത്തിന്റെ ന്യൂനതകൾ മാത്രം കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലേക്കുള്ള സക്സസിലേക്ക് പോകാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഡെയിലി അദ്ദേഹത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു ഒരു ക്വാളിറ്റിയാണ് ഡെയിലി അദ്ദേഹം പ്രോസ്പെക്റ്റിംഗ് നടത്തുന്നു എന്നുള്ളത്. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, അദ്ദേഹം ഡെയിലി പ്രോസ്പെക്റ്റിംഗ് നടത്തുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിന്റെ എങ്ങനെയാണ് അദ്ദേഹം ഓരോ വ്യക്തികളെയും കണക്ട് ചെയ്യുന്നതെന്ന് നോക്കിയാൽ വളരെ രസകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി. അദ്ദേഹം യാത്ര ചെയ്യുന്ന ട്രെയിനുകളിലാണെങ്കിലും അദ്ദേഹം ഓരോ പ്രദേശങ്ങളിൽ പോകുമ്പോൾ അദ്ദേഹം പുതിയതായി പരിചയപ്പെടുന്ന ആളുകളെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം അന്ന് അദ്ദേഹത്തിന്റെ കാർഡ് കൊടുത്തിട്ട് പോരും, പിന്നീട് അദ്ദേഹം അവരിൽ നിന്നും സെയിൽസ് എടുക്കുന്നു. 100 കണക്കിന് ആളുകളെ അദ്ദേഹത്തിന് അതിലൂടെ കണക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് പ്രോസ്പെക്റ്റിംഗ് ഇല്ല, എനിക്ക് ആരെയും പരിചയമില്ല എന്ന് വിലപിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അദ്ദേഹം ചെയ്യുന്ന മാതൃക. അദ്ദേഹത്തിന്റെ ടീമിലുള്ള ഒരുപാട് വ്യക്തികൾ ഇങ്ങനെ കണക്റ്റായി വന്നിട്ടുള്ള ആളുകളാണ്. ഒരു തവണ കണ്ടിട്ടുള്ള ആളുകൾ ഈ ബിസിനസ്സിലേക്ക് വന്നിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രോസ്പെക്റ്റിംഗ് ആറ്റിറ്റ്യൂഡ് ഉള്ളത് കൊണ്ടാണ്. ഇനി അദ്ദേഹത്തിന്റെ മറ്റു ക്വാളിറ്റികൾ, ഓരോ കാര്യങ്ങൾ, ഈ പ്രൊഡക്റ്റിനെ സ്നേഹിക്കുന്ന രീതി. അദ്ദേഹത്തിന്റെ കയ്യിൽ ഏത് സമയം നമ്മൾ നോക്കിയാലും ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഒരു ബോട്ടിൽ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടാവും. എത്ര പേര് അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്, അല്ലെ? നമ്മുടെ കയ്യിൽ ഈ ഒരു കുപ്പി കയ്യിൽ ഉണ്ടാവുമ്പോൾ നാളെ മുതൽ എല്ലാവരും കയ്യിൽ കുപ്പി നെഞ്ചത്ത് വെച്ചിട്ട് നടക്കണം എന്നല്ല അർത്ഥം. മറിച്ച് അദ്ദേഹം ഈ പ്രൊഡക്റ്റിനെ സ്നേഹിക്കുന്ന രീതിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം അത്രയും ഇതിനെ സിൻസിയർ ആയിട്ട് ഇതിനെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്.
അങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലീഡറെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഇതിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സേവർ വെള്ളത്തറയെ കുറിച്ച് നമ്മുടെ പല പ്രോഗ്രാമുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ പ്രതിസന്ധികൾ അദ്ദേഹത്തിനെ ഈ വലിയ സക്സസിലേക്ക് നയിക്കാൻ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ്. ഒരിക്കൽ പോലും ജീവിതത്തിൽ സ്വന്തമായ ഒരു ഭവനം അല്ലെ സ്വന്തമായ ഒരു വീട് വേണം അല്ലെങ്കിൽ കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വേണം എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് അദ്ദേഹം മാറിയ സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഡാനി സാറ് നമ്മളെല്ലാവരും അദ്ദേഹത്തിനെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലീഡർ കൂടിയാണ്. അദ്ദേഹം കൊടുത്ത ഓപ്പർച്യൂണിറ്റി അദ്ദേഹം ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്കാക്കി അല്ലെ സലീമിക്ക. അദ്ദേഹത്തെ കുറിച്ച് ഇന്നലെ നമ്മുടെ ഡാനി സാർ നമ്മുടെ പ്രോഗ്രാമിൽ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. അദ്ദേഹത്തിന് കൊടുത്ത അവസരത്തെ അവസരമായി അദ്ദേഹം കണക്കിലാക്കി. അദ്ദേഹം വാങ്ങിക്കാൻ വന്ന ആ ഒരു പ്രൊഡക്റ്റ് വിറ്റിട്ട് അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനത്തെ കുറിച്ച് മാത്രമല്ല അദ്ദേഹം ഈ ചിന്തിച്ചത്, മറിച്ച് ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് അദ്ദേഹം കണക്കിലാക്കി എന്നുള്ളതാണ്. അങ്ങനെ കണക്കിലെടുത്ത സമയത്ത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പല പല പ്രശ്നങ്ങളിലായിരുന്ന ഒരു വ്യക്തി 5 വർഷം അല്ലെങ്കിൽ വെറും 3 വർഷം, ഈ കമ്പനി 5 വർഷമായിട്ടുള്ള കഴിഞ്ഞ 3 വർഷക്കാലത്തിനിടയിലാണ് ഇദ്ദേഹം സേവർ വെള്ളേത്തറ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ പ്രൊജക്ട് ഏറ്റെടുത്തത്. ഇന്ന് ഡാനി സാറിനും അല്ലെങ്കിൽ മനോജ് സാറിനും ഒക്കെ അഭിമാനിക്കാൻ കഴിയാവുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ ഒരു വളർച്ച കഴിഞ്ഞ 3 വർഷക്കാലത്തിനിടയിൽ 4 കോടി രൂപയിലധികം ഈ പ്രൊജക്റ്റിലൂടെ വരുമാനം അദ്ദേഹം നേടി കാണിച്ചു തന്നു എന്നുള്ളതാണ്. നമുക്ക് അദ്ദേഹത്തെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഈ ബിസിനസിനെ കുറിച്ച് അദ്ദേഹം പറയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു ആവേശം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പല ആളുകളും നമ്മുടെ ഗീത ചേച്ചിയൊക്കെ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ എത്ര പ്രാവശ്യം ഷെയർ ചെയ്താലും അവിടെ ഇരുന്ന് കരയുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടാവും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അങ്ങനെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളെ ഉള്ള വ്യക്തിയാണ്. ആ പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളെ അദ്ദേഹത്തിനൊരു തിരിച്ചറിവാണ്. ഇതിനൊരു അവസരം, ദൈവം തന്ന ഒരു അവസരമാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് അദ്ദേഹം മാറി എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ പ്രതിസന്ധികളെയൊക്കെ മാത്രം ചിന്തിച്ചുകൊണ്ട് അയ്യോ എനിക്ക് ഇങ്ങനെ പറ്റിപ്പോയല്ലോ, നമുക്കൊക്കെ പരാതികളാണ് അല്ലെ, എപ്പോഴും പരാതികളാണ്. അദ്ദേഹത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ പ്രതിസന്ധികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പ്രശ്നങ്ങൾ എത്രമാത്രം ആണ് ഉള്ളത്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ പ്രശ്നങ്ങൾ വലുത് തന്നെയാണ് അല്ലെ. നമുക്ക് ഓരോരുത്തർക്കും ചിലപ്പോൾ ഒരാൾക്ക് 10,000 രൂപയുടെ ലൈബിലിറ്റി ഉള്ള ഒരാളെ ഞാൻ ഒരാളെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് 10,000 രൂപയുടെ കടം ഉണ്ട് എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കുന്ന ആളാണ്. 10,000 രൂപ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കടം തന്നെയാണ്. നമ്മൾ കേൾക്കുമ്പോൾ അയ്യോ ശരിയാണ്, നമ്മൾ വിചാരിക്കും 10,000 രൂപയൊക്കെ കടമുണ്ടായിട്ട് ഇത്രയും ടെൻഷൻ അടിച്ചിരിക്കേണ്ട കാര്യമുണ്ടോ എന്ന്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കമ്പയർ ചെയ്താൽ എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാകുന്നു ഈ ചെറിയൊരു കാര്യത്തിന് ഇദ്ദേഹം ടെൻഷൻ അടിക്കണം. നമുക്ക് എല്ലാ ദിവസവും ഇത് കിട്ടിയാൽ പോലും തീരാത്തത്രയും പ്രശ്നങ്ങൾ നമ്മൾ പല കാര്യങ്ങളിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ആ പ്രശ്നങ്ങളും ഈ പ്രശ്നങ്ങളും വെച്ച് നോക്കുമ്പോൾ നമുക്കത് ചെറുതായിട്ട് തോന്നും. പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ച് ആ പ്രശ്നം ഒരു പ്രശ്നം തന്നെയാണ്. അതിനുള്ള സൊല്യൂഷൻ അദ്ദേഹം കണ്ടെത്താൻ ശ്രമിക്കാത്തതാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമായിട്ട് കണക്കാക്കുന്നത്. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഓപ്പർച്യൂണിറ്റി, അതേ ഓപ്പർച്യൂണിറ്റിയാണ് എനിക്കും നിങ്ങൾക്കും കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ്. ആ നമ്മുടെ പ്രിയപ്പെട്ട സേവർ സാറിന് കിട്ടിയ അതേ അവസരം നമുക്ക് കിട്ടിയപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിനെ സ്വീകരിച്ചിട്ടുള്ളതെന്ന് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിലൊക്കെ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. എങ്ങനെയാണ് കഴിഞ്ഞ 3 വർഷക്കാലത്തിനിടയിൽ അദ്ദേഹം ഈ ബിസിനസിനെ ഏറ്റെടുത്തത് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളിലൂടെ തന്നെ അദ്ദേഹം പറയും അത് രാപ്പകലില്ലാതെ ഈ പ്രൊജക്ടിന് വേണ്ടി ഈ കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഓടി നടന്നു പ്രവർത്തിച്ചു എന്നുള്ള. പല ആളുകളും അദ്ദേഹത്തെ നിരസിച്ചിട്ടുണ്ട്. നമുക്കും കിട്ടിയിട്ടുള്ള അതേ അനുഭവങ്ങൾ. നമ്മൾ നിരസിച്ച സമയത്ത് നമ്മൾ മനസ്സ് വിഷമിച്ച് മാറി നിന്ന ആളുകളുണ്ട്. ഈ കൂട്ടത്തിൽ ഒരുപാട് വ്യക്തികൾ മനസ്സ് വേദനിച്ചിട്ട് അല്ലെങ്കിൽ ചില ബന്ധുക്കളും നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ ചെന്ന് പറയുമ്പോൾ അവരിപ്പോ രുദ്രാണ്ടിച്ചനൊക്കെ സംബന്ധിച്ചിടത്തോളം ഡെയിലി പോയിട്ട് ഓരോ ആളുകളെയും പറയുന്ന ആളുകളാണ്. അതുപോലെ സലീമിക്ക, സരിത മേഡം, എല്ലാവരും സജീവൻ ചേട്ടൻ, ഇതിൽ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ എല്ലാവരും ഡെയിലി ഒരുപാട് ആളുകളെ കാണുന്നുണ്ട്. നമുക്ക് ഡെയിലി ടെൻഷൻ അടിക്കാം അല്ലെ, ഡെയിലി അയ്യോ അയാള് നിരസിച്ച് ഇയാള്. നമുക്ക് ഓരോ ദിവസവും ഒരാൾ നമ്മളെ റിജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവേശമാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവേശമാണ്. കാരണം ഇത് റിജക്റ്റ് ചെയ്ത് അദ്ദേഹത്തിന് വിധിയില്ലല്ലോ എന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മുടെ ഏറ്റവും. നോ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ്. നോ എന്ന് പറഞ്ഞാൽ അത് അവിടെ അവസാനിക്കുന്നതല്ല, നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുന്നു എന്നുള്ള. നമുക്ക് സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ്. കാരണം ഇവിടെ സലീമിക്കൊക്കെ പറയുന്ന പോലെ മനുഷ്യന്റെ ശരീരത്തിൽ രക്തമോട്ടുള്ള മനുഷ്യനാണോ അവർക്ക് ഈ പ്രൊഡക്റ്റ് ആവശ്യമുള്ള ആളുകളാണ്.
രക്തമോട്ടമുള്ള മനുഷ്യരെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും രക്തമോട്ടുണ്ട്. അത് ജീവിക്കാനുള്ള ആ ഒരു രീതിയിലേക്ക് നമ്മൾ ഇത് കറക്റ്റ് ചെയ്ത് പറഞ്ഞു കൊടുത്താൽ അവർ ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ തയ്യാറാകുന്നുള്ള. നമ്മളൊന്ന് ആലോചിക്കുക, നമുക്ക് എപ്പോഴും ഉള്ള ഒരു ആവലാതികളാണ്. ഞാൻ പറഞ്ഞിട്ട് ഇത് അവൻ മേടിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു പരാതികൾ ഉണ്ടാവും. എന്തുകൊണ്ട് അവര് മേടിച്ചിട്ടില്ല എന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ മാറുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ എഫക്റ്റീവായിട്ട് നമുക്കിത് പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഈ പ്രോജക്റ്റ് പറയുമ്പോൾ അയാൾ സ്വീകരിക്കാത്തത്. വീണ്ടും പറയുന്നു, എഫക്റ്റീവായിട്ട് ഈ കാര്യത്തെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരാളെ മേടിക്കാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. ശരിയാണോ തെറ്റാണോ? നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. നമ്മൾ എഫക്റ്റീവായിട്ട് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സമയവും സന്ദർഭവും നിങ്ങളൊന്ന് കമന്റ് ആയിട്ടൊക്കെ ഒന്ന് രേഖപ്പെടുത്തുന്നത്. നിങ്ങൾ ആക്റ്റീവായിട്ട് ഇതിനകത്ത് എല്ലാവരും ഉണ്ട്. എല്ലാവരുടെയും മുഖമൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ. യെസ്, നമുക്ക് എഫക്റ്റീവായിട്ട് പറഞ്ഞു കൊടുത്താൽ ഉറപ്പായിട്ടും നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങാൻ തയ്യാറാവും, അല്ലെ? നമ്മൾ പറയുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. നമുക്ക് പറയാനായിട്ടുള്ള സമയം ഒരുപാട് ആളുകൾക്ക് കിട്ടുന്നുണ്ട്, പക്ഷേ പറയുന്നില്ല എന്നുള്ളതാണ്, അല്ലെ? നനച്ച ഞാൻ പുലിയെ പിടിക്കും, ആന തല പോയാലും നനക്ക മാട്ടെ എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പല ആളുകളുടെയും. യെസ് ആന്റണി സാർ, യെസ്, താങ്ക് യു. നനച്ച ഞാൻ പുലിയെ പിടിക്കും, അല്ലെ? അത്രയും കഴിവുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന. ഒരാളും കഴിവ് കുറഞ്ഞ ആളുകളല്ല കേട്ടാ, ഒരാളും കഴിവ് കുറഞ്ഞ ആളുകളല്ല. എല്ലാവരും എട്ടടി മുറുക്കൻ, വളവളപ്പൻ, ജനത്തണ്ടൻ തുടങ്ങി എല്ലാത്തരം ആളുകളും നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ്. എല്ലാവരും ഒന്നിനൊന്ന് മികച്ച ആളുകളാണ്. അവരവരുടെ കഴിവുകൾ തെളിയിച്ചിട്ടുള്ള ആളുകളാണ്. തെളിയിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഓരോ അച്ചീവ്മെന്റുകൾ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും അവർ പല രീതിയിൽ പെർഫോം ചെയ്യുന്ന ആളുകളാണ്. ഇവിടെ ചില സമയത്ത് നമ്മളെ പിന്നിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ പിന്നിലേക്ക് അടിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ 31-ാം തീയതി നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ജോയി പീറ്റർ സാർ ഇടക്കിടക്ക് സൂചിപ്പിച്ചു, നമ്മുടെ ഒരു പ്രൈസിനെ കുറിച്ച് പറയണം. നമുക്ക് നമ്മുടെ ടീം നമ്മൾ അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു പ്രൈസ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ കൊച്ചിയിൽ വെച്ച് നടന്ന പ്രോഗ്രാമിൽ നമുക്കൊരു ഹൗസ് ബോട്ട് ട്രിപ്പ്, ഒരു 200 PV വരുമാനം, അല്ലെങ്കിൽ നമുക്ക് 2000 രൂപ അവയർനെസ് മേടിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മുടെ ഒരു ഹൗസ് ബോട്ട് ട്രിപ്പ് നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചില ആളുകളൊക്കെ അത് അച്ചീവ്മെന്റുകളിലേക്ക് എത്തിയിട്ടുണ്ട്, ചില ആളുകൾ അത് അടുത്തുകൊണ്ടിരിക്കുന്നു. 31-ാം തീയതി വരെ ഓഫറുകൾ തുടരുന്നുണ്ട്. നമുക്ക് നമ്മുടെ ആ ഒരു അച്ചീവ്മെന്റുകൾ നമുക്ക് എടുക്കാവുന്നതാണ്. ഓരോ ടീമിന്റെ ഭാഗമായിട്ട് ചില അനൗൺസ്മെന്റുകൾ നടത്തുന്നുണ്ട്. അതാത് ടീമുകളിൽ നമുക്കത് കാണാൻ വേണ്ടി കഴിയും. നമുക്ക് KBCയുടെ പൊതു പ്ലാറ്റ്ഫോമിൽ അത് പറയുന്നതിനുള്ള പോരായ്മകളുണ്ട്. നമ്മൾ എല്ലാവരും കൂടി ചേർന്നുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. നമ്മുടെ ഓരോ അച്ചീവ്മെന്റുകൾ എടുക്കുന്ന സമയത്ത് നമ്മളൊരു ചെറുതാണെങ്കിൽ പോലും നമ്മളൊരു കമ്പനി വെക്കുന്ന ഒരു അല്ലെങ്കിൽ നമ്മുടെ ഒരു ടീം വെക്കുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. നമ്മൾ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും പ്രവർത്തിക്കാനുള്ള ഒരു പ്രേരണയിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറുള്ളൂ. അതുകൊണ്ട് ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്ന കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മള് ഓരോരുത്തരെയും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റബിൾ ആണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇന്ന് പുതിയതായി ബിസിനസ്സിലേക്ക് വന്ന ആളുകളും ഇന്നലെ ബിസിനസ് ആരംഭിച്ചിട്ടുള്ള ആളുകളും കഴിഞ്ഞ 6 മാസമായിട്ട് ഈ ബിസിനസ്സിലുള്ള ആളുകൾ കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് ഈ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, ഞാൻ ഒരു അനുകരിക്കാൻ പാകത്തിലേക്ക് ഞാൻ വളർന്നിട്ടുണ്ടോ എന്നുള്ളത് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് സജീവൻ ചേട്ടനെ കറക്റ്റ് ചെയ്യാൻ കഴിയില്ല, എനിക്ക് സലീമിക്കയെ കറക്റ്റ് ചെയ്യാൻ കഴിയില്ല, എനിക്ക് രുദ്രാൻ ടീച്ചറിനെ കറക്റ്റ് ചെയ്യാൻ കഴിയില്ല, എനിക്ക് ഭാസ്കരൻ മാഷിനെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഈ ഗ്രൂപ്പിലിരിക്കുന്ന ഏകദേശം 100-ലധികം വരുന്ന വ്യക്തികൾ ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് കയറുന്നുണ്ട്. നമ്മുടെ മനോജ് സാറിന് അങ്ങനെ ഒരാളെയും കറക്റ്റ് ചെയ്യാൻ കഴിയില്ല. നമുക്ക് നമ്മളെ കറക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ശരിയാണോ തെറ്റാണോ? ശരിയാണോ തെറ്റാണോ എന്നുള്ള ചോദ്യമാണ്. നിങ്ങൾക്ക് ആരെങ്കിലും നമുക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കൂ? നമുക്ക് നമ്മളെയാണ് സ്വയം കറക്റ്റ് ചെയ്യാന്നുള്ളത്. യെസ്, താങ്ക് യു. നമുക്ക് സ്വയം കറക്റ്റ് ചെയ്യുക എന്നുള്ള പ്രക്രിയയാണ് ഇവിടെ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. ഞാൻ എന്നെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്താണ് നമുക്ക് മറ്റുള്ളവന്റെ പോരായ്മകൾ കാണാൻ
നമ്മൾ ശ്രമിക്കില്ല. നമുക്ക് നമ്മുടെ പോരായ്മകൾ, എനിക്ക് ഒരുപാട് പോരായ്മകളുണ്ട്, എനിക്ക് ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷെ ഞാൻ എന്നെ കറക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ തുടക്കത്തിൽ ഈ ബിസിനസ്സിലേക്ക് വന്ന സമയത്തുള്ള ആളല്ല ഞാൻ ഇന്ന് എത്തി നിൽക്കുന്നത്. ഞാൻ ഓരോ ദിവസവും ഡേ ബൈ ഡേ എന്നെ കറക്റ്റ് ചെയ്യാനുള്ള ആ ഒരു പ്രക്രിയയിലാണ് ഞാനുള്ളത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വയം ചെയ്യാൻ കഴിയുന്നത് അത് തന്നെയാണ്. ഞാൻ മുന്നേ പറഞ്ഞു, നമ്മൾ ഇങ്ങനെ ആവണം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്, ഇങ്ങനെ ആവരുത് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഇങ്ങനെ ആവണം എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. അങ്ങനെ മാറ്റം നമ്മളിലേക്ക് വരുമ്പോ ഒരുപാട് വേദന ഉണ്ടാക്കും, ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളിൽ ഉണ്ടാവും. ആ പ്രശ്നങ്ങളെ നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടി കഴിയണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ട്രെയിനിങ് സിസ്റ്റം, നമ്മുടെ പ്രോഗ്രാമുകളിൽ നമ്മളെ ഷാർപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകൾ വെക്കുമ്പോൾ അതിൽ മാറി നിൽക്കുന്ന ആളുകളുണ്ട്. ഈ രാവിലത്തെ 6 AM ക്ലബ് എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മളെ കൃത്യമായ രീതിയിലേക്ക് മോൾഡ് ചെയ്യാവുന്ന ഒരു പ്രക്രിയകളാണ് ദിവസവും രാവിലെ നടക്കുന്നത്. ആ ഒരു 6 മണിക്ക് എഴുന്നേൽക്കുകയും ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന 1 മണിക്കൂർ നിൽക്കുകയും ഈ പ്രോഗ്രാം കൃത്യമായ രീതിയിൽ അറ്റൻറ്റീവ് ആയിട്ട് ഇരിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരും. ആ എത്തിച്ചേരുന്ന കാര്യങ്ങൾ നമ്മൾ ഇംപ്ലിമെന്റ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലേക്ക് നമ്മൾ മാറും. നമ്മളത് പ്രയോഗിക്കും. മാർക്കറ്റിൽ നമ്മൾ പ്രയോഗിക്കുന്ന സമയത്താണ് നമുക്ക് റിസൾട്ടുകൾ വരുന്നത്. നമ്മൾ പ്രയോഗിക്കാൻ തയ്യാറാവണം. ഇവിടെ കേൾക്കുന്ന കാര്യം, പുസ്തകത്തിലെ പശു എന്ത് ചെയ്യില്ല, പുല്ല് തിന്നാറില്ല എന്നുള്ളതാണ്. പുസ്തകത്തിലെ പശുവല്ല നമ്മൾ, മറിച്ച് നമ്മൾ ആക്റ്റീവായിട്ട് ഈ മാർക്കറ്റിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ട ആളുകളാണ്. അതുകൊണ്ട് കൃത്യമായ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഈ കാര്യം എന്നുള്ളത്. ഇത് അടിവരയിട്ട് പറയുന്നു. നമ്മൾ ഡ്യൂപ്ലിക്കേറ്റബിൾ ആയി മാറിയില്ല എന്നുണ്ടെങ്കിൽ കാലഹരണപ്പെട്ടു പോകും എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഓരോ ദിവസവും നമ്മൾ കൃത്യമായ രീതിയിലേക്ക് നമ്മളെ ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുക. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ ഞാൻ തുടക്കം പറഞ്ഞതുപോലെ വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അത് അടിമുടി നമുക്ക് മാറേണ്ടി വരും. ഇതുവരെ പാന്റ് ധരിക്കാത്ത ആളുകളെ സംബന്ധിച്ച് ചിലപ്പോൾ പാന്റ് ഉപയോഗിക്കേണ്ടി വരും. ചില ഡ്രസ് കോഡിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. നമ്മുടെ പ്രോഗ്രാമിനൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോ നമ്മൾ തൊട്ടടുത്ത വീട്ടിലായിരിക്കും, അവിടെ ഇട്ടിട്ടുള്ള നൈറ്റി ആയിരിക്കും ഇട്ടിട്ടുണ്ടാവണം, അല്ലെങ്കിൽ മാക്സി ഇട്ടിട്ട് തൊട്ടടുത്ത വീട്ടിലേക്ക് വരുന്ന ആളുകളുണ്ട്. കള്ളിമുണ്ട് എടുത്തിട്ടുണ്ടാവും. ആ കള്ളിമുണ്ട് എന്റെ തൊട്ടടുത്തുള്ള വീട്ടിലല്ലേ. നമ്മൾ അങ്ങനെ വിചാരിക്കുമ്പോൾ നമ്മൾ ഇതിനകത്ത് എത്രമാത്രം സീരിയസ് ആണ് എന്ന് വിലയിരുത്തുന്ന ആളുകളായിരിക്കും തൊട്ടടുത്തുള്ള അയലന്തരത്തുകാര് നമ്മളെ വിലയിരുത്തും. ഇവര് ഈ ബിസിനസ്സിലോ അല്ലെങ്കിൽ ഈ പ്രൊജക്റ്റിലോ അത്ര സീരിയസ് അല്ല, അല്ലേ? നമ്മളൊന്നും പറയണ്ട. നമ്മളൊരു ബോഡി ലാംഗ്വേജ് കൊണ്ട് അവർ മനസ്സിലാക്കും, ഇവനൊന്നും ഇതിൽ സീരിയസ് അല്ല, ഞാൻ ഇവന്റെ കൂടെ നിന്നാൽ ഞാൻ സക്സസ് ആവൂല എന്നുള്ള രീതിയിലേക്ക് അവര് ചിന്തിക്കും. അതുകൊണ്ട് നമ്മൾ പ്രൊഫഷണലിസം നമ്മുടെ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, ഏറ്റവും കാതലായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒരുപാട് വില കൂടിയ കാര്യങ്ങൾ ഉപയോഗിക്കണമെന്നല്ല, മറിച്ച് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ ചെറിയ ചേഞ്ചസുകൾ നമ്മൾ വരുത്തേണ്ടതുണ്ട്. ആ മാറ്റങ്ങൾ നമ്മൾ മറ്റുള്ളവർ നമ്മളെ റീഡ് ചെയ്യുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യും, അല്ലെ? ശരിയല്ലേ? ആ മാറ്റങ്ങൾ കറക്റ്റായിട്ട് ഫീൽ ചെയ്യും. നമ്മൾ സക്സസ് ആവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ള ആളാണ്, ഇവന്റെ കൂടെ നിന്നാൽ ഞാനും സക്സസ് ആകും എന്നുള്ള രീതിയിലേക്ക് അവർ ഓരോരുത്തരും ചിന്തിക്കും. അതാണ് ഇവിടുത്തെ ഓരോരുത്തരുടെ മാറ്റം. ജീവിതത്തിൽ ഇന്നുവരെ ഞാൻ ഒരുപാട് ഉദാഹരണം പറയാം. എന്റെ കൂടെ ഈ ബിസിനസ്സിൽ ആക്റ്റീവായിട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളെ എനിക്ക് നേരിട്ടറിയാവുന്ന ഉദാഹരണം പറഞ്ഞാൽ യൂനസ് ഭായ് ഇന്നുവരെ ജീവിതത്തിൽ പാന്റ് ധരിക്കാതിരുന്ന ഒരു വ്യക്തിയാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലേക്ക് വന്നപ്പോൾ ആദ്യമായി അദ്ദേഹം പാന്റ് ഉപയോഗിച്ച ദിവസം ഞാൻ ഇന്നും ആലോചിക്കുന്നു. ആദ്യമായി അദ്ദേഹം അതിനു മുന്നേക്ക് പാന്റ് ഉപയോഗിച്ചിട്ടുണ്ടാവാം, പക്ഷേ അദ്ദേഹം പാന്റ് ഇട്ട് വന്ന ദിവസം ഞാൻ എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം പാന്റ് വന്ന് അദ്ദേഹത്തിന് ഇൻ ചെയ്യാൻ പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇത് ഇൻ ചെയ്യേണ്ട ഒരു കാര്യമൊന്നുമില്ല, ഇതിങ്ങനെ ഇടാമെങ്കിൽ ഞാൻ വരാം എന്ന് പറഞ്ഞു. പിന്നീട് ഇന്നിപ്പോ അദ്ദേഹം നോക്കിയാൽ അദ്ദേഹം വീട്ടിൽ നിന്ന് ഒരു സ്റ്റെപ്പ് പുറത്തേക്ക് വെക്കണമെങ്കിൽ ഇൻ ചെയ്യാതെ ആ ഒരു പക്ക നെറ്റ്വർക്കർ ആവാതെ അദ്ദേഹം ഇറങ്ങില്ല എന്നുള്ളതാണ്. നമ്മുടെ പ്രിയപ്പെട്ട സജീവൻ ചേട്ടൻ, ഞാൻ നേരിട്ടറിയുന്ന കുറെ ആളുകളുടെ കാര്യമാണ് പറഞ്ഞു. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഷർട്ട് പണ്ട് നമ്മൾ ചെറിയ കാലങ്ങളിൽ നമ്മുടെ കാരണന്മാര് നമുക്ക് വസ്ത്രം മേടിച്ചു തരുന്നത് നമ്മളെക്കാൾ വലിയ കുറച്ച് വസ്ത്രം മേടിച്ചു തരും. കാരണം എന്താണ്? നമ്മൾ വലുതാകും എന്നുള്ള ചിന്ത കൊണ്ട് ചെറിയ സമയത്ത് അതേപോലെയാണ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്, വലിയ വസ്ത്രങ്ങൾ മേടിച്ചു തരും എന്നതുപോലെ സജീവൻ ചേട്ടൻ ഉപയോഗിക്കുന്ന ഷർട്ടുകളൊക്കെ വലിയ ഷർട്ടുകളായിരുന്നു അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. ഇതിട്ട് അദ്ദേഹത്തിന് ഇന്നിപ്പോ അദ്ദേഹം ഇടുന്ന വസ്ത്രങ്ങൾ നോക്കിയാൽ വളരെ പക്ക എക്സിക്യൂട്ടീവ് ആയിട്ട്, അന്ന് വരെ അദ്ദേഹം ഇൻ ചെയ്ത് നടന്ന ആളല്ല. അദ്ദേഹത്തിന്റെ ഒരു മാറ്റം ഞാൻ കണ്ടതാണ്. ഞാനും ജീവിതത്തിൽ പാന്റ് ഉപയോഗിച്ചിരുന്ന ആളല്ല, മുണ്ട് മാത്രം ഉപയോഗിച്ചിരുന്ന ആളാണ്. അപ്പോ അങ്ങനെ എനിക്കും ഉണ്ടായ മാറ്റങ്ങൾ, അങ്ങനെ ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകൾക്കും നമുക്ക് അങ്ങനത്തെ മാറ്റങ്ങൾ
നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പഴയ ഫോട്ടോകൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവാം. നമ്മുടെ ഓരോരുത്തരുടെയും മാറ്റങ്ങൾ ഈ ബിസിനസ്സിലേക്ക് വന്നപ്പോൾ നമ്മുടെ ചേഞ്ചസുകൾ നമ്മൾ ഓരോരുത്തരും എടുത്ത് നോക്കുക. പല ആളുകളുടെ ഫോട്ടോസും യൂനസിന്റെയും സജീവൻ ചേട്ടന്റെ ഒക്കെ ഫോട്ടോസ് ഒക്കെ എന്റെ കയ്യിലും ഇരിപ്പുണ്ട്, നിങ്ങളുടെ കയ്യിൽ എന്റെ ഫോട്ടോസും ഉണ്ടാവും. അങ്ങനെ മാറ്റങ്ങൾ നമ്മൾ ഇതിലേക്ക് വരുത്തിയ സമയത്താണ് നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. വലിയ മാറ്റങ്ങളല്ല, മറിച്ച് ചെറിയ കൊച്ചു കൊച്ചു മാറ്റങ്ങൾ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വരുമ്പോൾ മാറ്റേണ്ടതുണ്ട്. ഒരു പോലീസുകാരനായിട്ട് നമുക്ക് ഒരു അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു സെലക്ഷൻ കിട്ടിയാൽ ആ പോലീസുകാരന്റെ രൂപത്തിലേക്ക് നമ്മൾ നമ്മുടെ ഡ്രസ് കോഡ് മാറ്റണം, നമ്മുടെ ഹെയർ സ്റ്റൈൽ മാറ്റണം. ഇതെല്ലാ കാര്യങ്ങളും നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. ഒരു ഡിസിപ്ലിനിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറേണ്ടതുണ്ട്. അങ്ങനെ വന്നാൽ പോയാൽ മാത്രമേ അവിടെ നിന്ന് നമുക്ക് സാലറി കിട്ടുള്ളൂ എന്നുള്ള മിനിമം ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ഇതേ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഇവിടെ ഡയറക്ട് സെല്ലിംഗിലുള്ളത്. ഇവിടെ പക്ക ഒരു ഡ്യൂപ്ലിക്കേറ്റബിൾ ആയിട്ട് നമ്മൾ മാറുക. നമ്മൾ പോസിറ്റീവായിട്ട് നെഗറ്റീവ് പറയുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പോസിറ്റീവായിട്ട് നെഗറ്റീവ് പറഞ്ഞു കളയും അല്ലെ? അങ്ങനെ പോസിറ്റീവായിട്ട് നെഗറ്റീവ് പറയുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന കാര്യം, നമ്മളെന്ന് പറയുന്ന വ്യക്തിയെ എത്രമാത്രം അത് വിഷമയമാക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിലേക്ക് ഓരോ ദിവസവും കയറ്റിവിടുന്ന നെഗറ്റിവിറ്റീസ് നമ്മൾ ആലോചിക്കുക. അത്തരം കമ്മ്യൂണിക്കേഷൻസ് പുറത്ത് നിൽക്കുന്ന പല കമ്പനികൾ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മുടെ നന്മയൊന്നും ആയിരിക്കില്ല അവര് പ്രതീക്ഷിക്കുന്നത്, മറിച്ച് നമ്മളെ ഇനാക്റ്റീവ് ആക്കി കളയുക എന്നുള്ളത് തന്നെയായിരിക്കും. അങ്ങനത്തെ ഫോൺ കോളുകൾ വരാനുള്ള ചാൻസുകളുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ ഇതിൽ പെർഫോം ചെയ്യുമ്പോൾ, നമ്മൾ ഇതിൽ അച്ചീവ്മെന്റുകൾ എടുക്കുമ്പോൾ നമ്മുടെ നന്മ ആഗ്രഹിച്ച് നിൽക്കുന്ന ആളുകളല്ല പുറത്ത് നിൽക്കുന്നത് എന്നുള്ള തിരിച്ചറിവിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാറാൻ വേണ്ടി കഴിയണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മളോട് പറയുമ്പോൾ വളരെ സന്തോഷം, അയ്യോ യൂനസ് ഭായ് നിങ്ങൾ എന്താണ് ഇതിന്റെ, നിങ്ങൾ ഇത്രയും കഴിവുള്ള ആളല്ലേ, ഇത്രയും കഴിവുള്ള ആള് ഈ കമ്പനിയിൽ നിന്നിട്ട് ഇത്രയോ കിട്ടിയുള്ളൂ, ഈ കമ്പനിയിലായിരുന്നെങ്കിൽ നിങ്ങൾ തകർത്താൻ എന്ന് പറയും അല്ലെ? അപ്പോ വലിയ കഴിവും അദ്ദേഹത്തിന്റെ വലിയ മികച്ച കാര്യങ്ങളൊക്കെ എല്ലാം നിങ്ങൾക്ക് ഇത്രയും സംസാരിക്കാൻ പറ്റുന്ന ആള്, നിങ്ങൾ ഇത്രയും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ആള് എന്നൊക്കെ രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യും. ഏറ്റവും അവസാനം പറയും, ഇത് നിങ്ങളുടെ ഈ കമ്പനിയിലായതുകൊണ്ടാണ് ഇത്രയല്ലേ കിട്ടിയുള്ളൂ, ഞങ്ങളുടെ കമ്പനിയിലായിരുന്നെങ്കിൽ അടിപൊളിയായാനെ എന്ന് പറഞ്ഞിട്ട് ഒരു അവസാനം ഒരു വിഷമിട്ട് പോകുന്ന രീതികളുണ്ട്. അത് നമ്മൾ തിരിച്ചറിയാൻ തയ്യാറാകുക എന്നുള്ളതാണ്. നമുക്കത് തിരിച്ചറിവിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറുമ്പോഴാണ് നമുക്ക് സക്സസിലേക്ക് എവിടെ നിന്നാലും പണിയെടുക്കണം. അതെ, ദൈവം പറയും, എവിടെ നിന്നാലും പണിയെടുക്കുമ്പോഴാണ് നമുക്ക് വരും. നമ്മൾ അധ്വാനിച്ചിട്ട് കിട്ടുന്ന ഒരു വരുമാനത്തിൽ, ഇവിടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ചില ആളുകൾ പറയും ഇവിടെ വെറുതെ നിന്ന് കാശ് കിട്ടുന്ന പരിപാടിയാണ്. നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങളെടുത്ത് വാച്ച് ചെയ്ത് നോക്കി അറിയാം, ഇവിടെ നല്ല പണിയെടുത്തിട്ടുണ്ട്. ഇവിടെ ഹാർഡ് വർക്കിനേക്കാൾ ഉപരിയായിട്ട് സ്മാർട്ട് വർക്ക് ചെയ്ത ആളുകളാണ് ഏറ്റവും കൂടുതൽ സക്സസിലേക്ക് പോയിട്ടുള്ളത്. അങ്ങനെ സ്മാർട്ട് വർക്കിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറേണ്ടതുണ്ട്. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, സ്മാർട്ട് വർക്ക് എന്ന് പറയുമ്പോൾ കൃത്യമായ രീതിയിൽ നമുക്കൊരു പ്ലാനിങ്ങുകൾ ഉണ്ടാവണം. നമ്മുടെ ഒരു മണിക്കൂറത്തെ ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഇതെല്ലാ കാര്യങ്ങളും പറഞ്ഞു തരിക എന്നുള്ളത് അപ്രായോഗികമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എനിവേ, ഈ ഒരു സമയം, ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ചില കാര്യങ്ങളിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള നന്മകളുണ്ട്. ഇവിടെ നന്നായി പ്രസന്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, നന്നായി സംസാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് അവരുടെ ക്വാളിറ്റികളാണ്. നല്ല രീതിയിൽ പ്രോസ്പെക്ട് ചെയ്യുന്ന ആളുകളുണ്ട്, അത് അവരുടെ ക്വാളിറ്റിയാണ്. ചില ആളുകളെ കൂട്ടി ചേർക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ടീമിനെ ഹോൾഡ് ചെയ്യാനായിട്ട് കഴിവുള്ള ആളുകളുണ്ട്. അവരെ സംബന്ധിച്ച് അങ്ങനത്തെ കഴിവുള്ള ആളാണ്. ഇങ്ങനെ വ്യത്യസ്തമായ കഴിവുകളുള്ള ആളുകളാണ് ഒരു ടീമിന്റെ ഭാഗമായിട്ട് ചേരുന്നത്. ഇവിടെ രൂപാന്തരപ്പെടുന്ന ഒരു സിനർജിയാണ്. ഒരു എനർജിയേക്കാൾ ഒരു സിനർജി എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലേക്ക് നമ്മൾ മാറുന്നു എന്നുള്ളതാണ്. ആ സിനർജിയിലേക്ക് നമ്മൾ മാറുമ്പോഴാണ് നമ്മൾ സക്സസിലേക്ക് മാറുന്നത്. സിനർജി രൂപാന്തരപ്പെടുന്നത് പല വ്യക്തികളുടെ കഴിവുകൾ ഉപയോഗിക്കുമ്പോഴാണ്, അതൊരു ടീമിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് വലിയ രീതിയിലേക്ക് മാറാൻ വേണ്ടി കഴിയുന്നത്. എല്ലാവരും ഒരേപോലെ സംസാരിക്കണമെന്നല്ല, എല്ലാവരും ഒരേപോലെ പ്രോസ്പെക്ട് ചെയ്യണമെന്നല്ല. നമ്മുടെ കഴിവിന്റെ എക്സ്ട്രീം ലെവലിൽ നമുക്ക് ചെയ്യാൻ കഴിയണം. പക്ഷെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ എന്ത് വേണം, നമ്മുടേതായിട്ടുള്ള പ്രാവീണ്യം തെളിയിക്കണം എന്നുള്ളതാണ്. പ്രോസ്പെക്ട് ചെയ്യേണ്ട സമയത്ത് നമ്മൾ പ്രോസ്പെക്ട് ചെയ്യണം, സംസാരിക്കേണ്ട സമയത്ത് സംസാരിക്കണം. ഈ ബിസിനസ് സംസാരിക്കേണ്ട ബിസിനസ്സാണ്, മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ബിസിനസ്സാണ്. സംസാരിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ, ഇന്നലെ നമ്മുടെ കൊച്ചിയിൽ വെച്ച് നടന്ന പ്രോഗ്രാമിൽ ഞാൻ ഒരു വ്യക്തിയെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്, നമ്മുടെ പ്രിയപ്പെട്ട സുബൈർക്ക. അദ്ദേഹം ഈ പ്രോഗ്രാമിൽ ഉണ്ടാവും മിക്കവാറും. എന്തായാലും അദ്ദേഹം പറഞ്ഞ ആ സ്പോട്ടിലാണ് അദ്ദേഹത്തോട് പറയുന്നത്, നിങ്ങളോട് ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ നമ്മുടെ പ്രിയപ്പെട്ട സുബൈർക്കനെ വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഒരു മടിയുമില്ലാതെ കയറി നിന്ന് സംസാരിച്ച വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട സുബൈർക്ക. വളരെ 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 സന്തോഷം സുബൈർ സാർ, കൺഗ്രാറ്റുലേഷൻസ്.
നല്ല എഫക്റ്റീവായിട്ട് ആ സമയത്ത് സംസാരിച്ചത്. ചില ആളുകളോട് പറയുമ്പോൾ അയ്യോ ഞാനില്ല. മൈക്ക് ലോകത്തെ ഏറ്റവും വലിയ ഭയം എന്നുള്ളത് നമുക്ക് ഒരു 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 സ്റ്റേജിനെ അഭിമുഖീകരിക്കുക. സ്റ്റേജ് ഫിയർ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനെ മറികടക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോകത്ത് എന്തും നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. അത് മറികടക്കാനുള്ള അവസരം നമുക്ക് ഇവിടെ ഉണ്ട്. ഇന്നലെ രാത്രി ആണ് എന്നോട് 10:30 മണി സമയത്താണ് പറഞ്ഞത്. ഞാൻ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് വന്ന് വീട്ടിൽ കിടന്ന സമയത്ത് ഡാനിസാർ വിളിച്ചിട്ട് പറഞ്ഞ് ഇന്ന് രാവിലെ പ്രോഗ്രാമിൽ കയറണം. ആ സമയത്താണ് ഞാൻ സരിതയെ വിളിക്കുന്നത് ഇന്ന് രാവിലെ MC ആവണമെന്ന്. ഈ സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സദാ സജ്ജമാണ് നമുക്ക്. ഞാൻ ഫുള്ളി 24/7 ഈ ബിസിനസ് മാത്രമാണ് എന്റെ മനസ്സിലുള്ളത്, എന്റെ ചിന്തയിലുള്ളത്, എന്റെ പ്രവൃത്തിയിലുള്ളത്. കാരണം എനിക്ക് സക്സസ് ആയേ മതിയാവുള്ളൂ. ഒരുപാട് വ്യക്തികൾ നമ്മളെ പ്രതീക്ഷിച്ച് ഈ ബിസിനസ്സിലുണ്ട്. ഞാൻ ഈ ബിസിനസ്സിൽ 100% സക്സസ് ആകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ആ വ്യക്തികളുടെ കൂടെ ചേർന്ന് നിൽക്കേണ്ട ഉത്തരവാദിത്തം എന്നിലുള്ളത് കൊണ്ട് ഇവിടെ എന്തു പറഞ്ഞാലും ചെയ്യാനായിട്ട് ഞാൻ ഏത് സമയത്തും 24/7 റെഡിയാണ്. അങ്ങനെയുള്ള ലീഡേഴ്സാണ് നമ്മുടെ കൂടെയുള്ള ഓരോരുത്തരും. ഇവിടെ പോരായ്മകൾ ചിന്തിച്ചകഞ്ഞ് നോക്കിയാൽ നമുക്ക് എല്ലാവരിലും എങ്കിലൊക്കെ കുറ്റം കാണാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ചാക്കോ സാറിനെ എടുത്ത് നോക്കിയാൽ എന്തെങ്കിലുമൊക്കെ കഴിവുകൾ അദ്ദേഹത്തിന് ഉണ്ടാവും. സലീമിക്കയെ നോക്കിയാൽ അദ്ദേഹത്തിന് ഒരുപാട് കഴിവുകളുണ്ട്. അങ്ങനെ ഓരോ മനുഷ്യരിലും നോക്കിയാൽ ഒരുപാട് കഴിവുണ്ടാവും. അദ്ദേഹത്തിന് എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ പോരായ്മകളിലാണ് ആദ്യം കയറി പിടിക്കുന്നത്, അല്ലെ? നമുക്ക് പോരായ്മകളിൽ കയറി പിടിക്കാൻ പറ്റുന്നാൽ അതിനേ സമയം ഉണ്ടാവുള്ളൂ, അല്ലെ? എല്ലാ മനുഷ്യരിലും എന്തെങ്കിലുമൊക്കെ തെറ്റൊക്കെ ഉണ്ടാവും. ഈ തെറ്റുകളിലേക്ക് മാത്രം നമ്മൾ വിരൽ ചൂണ്ടാതെ നമ്മൾ ഒരു വ്യക്തിയെ ഒരു തെറ്റിന് വേണ്ടി വിരൽ ചൂണ്ടുമ്പോൾ 4 വിരൽ നമ്മളിലേക്കാണെന്നാണ്. ആ വ്യക്തിയിലേക്ക് നമ്മൾ മറ്റുള്ളവന്റെ കണ്ണിലെ കരടെടുക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ കണ്ണിലെ അടിയെടുത്ത് മാറ്റാൻ തയ്യാറാകുക എന്ന് പണ്ട് നമ്മുടെ പഴം തലമുറയിൽപ്പെട്ട ആളുകൾ പറയുന്ന കാര്യം നമ്മൾ കേട്ടിട്ടുണ്ടാവാം. ഈ കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ എന്തുകൊണ്ട് മാനത്തെ മാരിവിൽ എന്തുകൊണ്ട് എന്ന് നമ്മൾ ചോദിച്ചു വളർന്ന ആളുകളാണ്. ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് നമ്മളിലേക്ക് തന്നെ ചോദ്യം ചോദിക്കുക. നീ എന്താ അങ്ങനെ? മറ്റേവളെന്താ ഇങ്ങനെ? ഇവനെന്താ ഇങ്ങനെ? മറ്റേ ആളെന്താ അങ്ങനെ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാനെന്താ ഇങ്ങനെ എന്നുള്ള ചോദ്യമാണ് നമ്മളിലേക്ക് ഉണ്ടെങ്കിൽ നമ്മളെന്ന് പറയുന്ന വ്യക്തി ഏറ്റവും വലിയ ഒരു സക്സസ്ഫുൾ പേഴ്സൺ ആയിട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അങ്ങനെ സ്വയം ഒരു അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്തുള്ള വ്യക്തികളായി ഒരു ലീഡറായി നമ്മൾ മാറുന്ന സമയത്താണ് നമ്മൾ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ഐഡന്റിറ്റി വൈട്ടോറിയത്തിൽ രേഖപ്പെടുത്തുന്നത്. കാരണം എനിക്കും നിങ്ങൾക്കും കിട്ടിയിട്ടുള്ള അതേ ഓപ്പർച്യൂണിറ്റിയാണ് സേവർ വെള്ളയത്രക്ക് കിട്ടിയത്. അതേ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ പ്രിയപ്പെട്ട മനോജ് സാറിന് കിട്ടിയത്. അതേ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഡാനിസ് സാറിന് കിട്ടിയത്. ഇതേ ഓപ്പർച്യൂണിറ്റി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് ഇവിടെ കാലം രേഖപ്പെടുത്തി വെക്കുന്നത്. നമ്മുടെ ഐഡിയാണ് നമ്മുടെ ഐഡന്റിറ്റി എന്നുള്ളത്. നമ്മുടെ ഐഡിയയിലൂടെ നമുക്ക് എന്ത് കിട്ടി എന്ന് നമ്മൾ ചിന്തിക്കുക, നമ്മൾ ആലോചിക്കുക. അതിൽ കൂടുതൽ വരുമാനം കയറ്റാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എന്ത് ചെയ്യരുത് എന്നുള്ള കാര്യം തിരിച്ചറിവുണ്ടാക്കുക. ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്ന കാര്യം അവിടെയാണ് നമ്മൾ സംഭവിക്കുന്നത്. നമ്മുടെ ഐഡി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വരുമാനവും നമ്മുടെ ഇത്രയും നാളത്തെ എഫേർട്ടും എല്ലാം നമുക്ക് കാണാൻ പറ്റും. അത് വലിപ്പ ചെറുപ്പങ്ങൾ ഉണ്ടാവാം. ഇനിയും കൂട്ടിയെടുക്കാനുള്ള അവസരം നമ്മുടെ മുന്നിലുണ്ട്. കാരണം ഒരു വ്യക്തി നമ്മുടെ ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോ അദ്ദേഹം ഏറ്റെടുക്കുന്ന ആ ഒരു നിമിഷം മുതൽ നമ്മുടെ ബിസിനസ് സക്സസ് ആവും എന്നുള്ളതാണ്. ആ ഒരു വ്യക്തി നമ്മുടെ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന സമയമാണ് നമ്മുടെ സമയം എന്ന് പറയുന്നത്. നമ്മളെക്കാൾ അത്യാവശ്യക്കാരനായിട്ടുള്ള ആളുകൾ നമ്മുടെ കൂടെ വരും. അത് കടന്നു വരുന്ന സമയത്ത് നമ്മുടെ ലെഫ്റ്റിലും റൈറ്റിലും അത്തരം ആളുകൾ കടന്നു വരും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബിസിനസ്, നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴും നമ്മുടെ ബിസിനസ് വരുമാനം കിട്ടുമെന്നുള്ളതാണ്. അങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോഴും വരുമാനം കിട്ടുന്ന രീതിയിലേക്ക് മാറാൻ പറ്റുന്ന ലോകത്തിൽ ഒരേ ഒരു ബിസിനസ്സേ ഉള്ളൂ. അത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ളതാണ്. വൈട്ടോറിയം ബിസിനസ് അതിൽ 100% നമ്മുടെ നോമിനി ഫെസിലിറ്റി ഉണ്ട്. ആ നോമിനി ഫെസിലിറ്റിയൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുമെന്നുള്ളതാണ്. ഞാൻ എന്തുകൊണ്ട് ഈ ബിസിനസ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ ഇല്ലെങ്കിലും എന്റെ വീട്ടിലേക്കുള്ള വരുമാനം ഈ ബിസിനസ്സിലൂടെ അനന്തമായി കിട്ടും എന്നുള്ളതാണ് ഈ ബിസിനസ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ഞാനൊരു ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഗ്യാരണ്ടി എനിക്ക് കിട്ടില്ല. ആ ഒരു ഗ്യാരണ്ടി നിങ്ങൾക്ക് ആർക്കും കിട്ടില്ല. മറിച്ച് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ, ഈ ബയോട്ടോറിയം ചെയ്യുമ്പോൾ ആ ഒരു ഗ്യാരണ്ടി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇത്രയും സമയം എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ള നന്ദിയും പ്രത്യേകം രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഒരു ദിവസം
ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ മാറ്റിയെടുക്കാൻ കഴിയട്ടെ. മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് കൂടുതൽ കാണാം. എന്തായാലും KBC എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഒരുപാട് പ്രോഗ്രാമുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് ഏതൊരു അറ്റം വരെയും നിങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാ ലീഡേഴ്സും തയ്യാറാണ്. ഞാനും നിങ്ങളൊപ്പം ആത്മാർത്ഥമായിട്ട് കൂടെ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം എന്നെ ശ്രമിച്ച മുഴുവൻ ആളുകൾക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു ഓൾ.